കരിമൊഴിയായി തിരകളിലേറി മലയാളത്തിൻ മൊഴിയൊഴുകും വഴിയും ഒഴുകാമൊഴിയായി തിരകളിലേറി മലയാളത്തിൻ മൊഴിയൊഴുകും വഴി പടരാം പവിഴക്കരയും താഴെ Radio Rang, color your life. Hello, good evening. Assalamu alaikum. Welcome to Radio Rang Express. വണക്കം വന്ദനം സുസ്വാഗതം റേഡിയോ റംഗ് എക്സ്പ്രസ്. ഞാൻ ആർ ജെ വിക്കി. ഞാൻ ആർ ജെ ഫരി. സാധാരണ ഫരി വിക്കി എന്നാണ് പറയാറ്. ഇന്ന് തെറ്റിച്ച് കറക്റ്റ് പറഞ്ഞു. അല്ല, ഇന്ന് ആക്ച്വലി ഞാൻ എൻ്റെ മൈൻഡിൽ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഫരിയാണ് വിക്കി അല്ലാന്ന്. പിന്നെ എന്തൊക്കെയുണ്ട് വിക്കി മോയ് വിശേഷങ്ങൾ? അടിപൊളിയായിരുന്നല്ലേ? എന്തായിരുന്നു ഇത്ര അടിപൊളി? ന്യൂ ഇയറിന്റെ പരിപാടികളെല്ലാം നമ്മൾ പുതിയ റെസൊല്യൂഷനൊക്കെ എടുത്തു. ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ, പുതിയ പുതിയ ആചാരങ്ങൾ, അതിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഓൾറെഡി അതെ. സംസാരിച്ചത്. അങ്ങനെ മനോഹരമായിട്ടുള്ള ആചാരങ്ങൾ ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കി. എന്നിട്ട് കണ്ടില്ല, ഒന്ന് രണ്ടിടത്ത് പ്ലാസ്റ്റർ കണ്ടില്ല. അത് ശ്രദ്ധിച്ചിട്ടാന്ന് തോന്നുന്നു അല്ലേ? ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ ലിസണേഴ്സിനോട് പറയണ്ടെന്ന് വിചാരിച്ചിട്ട് പറയാനത്. അത് ആക്ച്വലി സൈറ്റിൽ പോയിട്ട് എന്തെങ്കിലും പരിക്ക് പറ്റി എന്നാണ് ഞാനിപ്പോ പൊതുവെ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു നടക്കണെങ്കിലും അതൊന്നും അല്ല. എന്താ ശരിക്കും? കഴിഞ്ഞ പ്രാവശ്യം പരി കുറച്ച് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്ന റെസൊല്യൂഷൻസ് ഉണ്ടായിരുന്നല്ലോ. ലോകമെമ്പാടും നടക്കുന്ന കുറെ റെസൊല്യൂഷൻസ്, പുതിയ പുതിയ ആചാരങ്ങൾ. അതൊന്ന് പരീക്ഷ നോക്കിയതാ. ആരുടെ കൂടെ? കൂട്ടുകാരുടെ അടുത്ത് പരീക്ഷിച്ചു. അപ്പൊ കിട്ടി. ഏതാ പരീക്ഷിച്ചു ശരിക്കും? കല്ലെറിയല്. കല്ലെറിയല്ലോ? ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ കല്ലെറിയാൻ. പക്ഷെ എന്റെ ഒരു എന്താ പറയാ, നമ്മുടെ ഒരു പ്രേക്ഷകൻ വന്നിട്ട് കല്ലെറിയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അപ്പുറത്തെ ആസ്പെറ്റോസിന്റെ വീട്ടിലേക്ക് ഒന്ന് എറിഞ്ഞു നോക്കിയതാ. അയ്യോ അയ്യോ അയ്യോ. എന്നിട്ട് അതെന്റെ കൂട്ടുകാരന്റെ വീടായിരുന്നു. എടുത്തിട്ട് ചാമ്പി. ദാറ്റ്സ് ഇറ്റ്. എത്ര പേരുണ്ടായിരുന്നു? രണ്ടുപേരെടുത്തിട്ട് വിക്കിന് ചാമ്പി. അതെ. എന്നിട്ട് ഞാൻ ആക്ച്വലി അവർ അടിച്ച് ആക്കല്ലോ. എന്റെ കണ്ടാൽ തന്നെ അറിയാലോ, 6 പാക്ക് ഒക്കെ ആണല്ലോ. പക്ഷെ നമ്മൾ കൂട്ടുകാരെ നമ്മൾ അങ്ങനെ തല്ലാറില്ല. കൂട്ടുകാരുടെ തല്ലി മേടിക്കാറ് മാത്രമേ ഉള്ളൂ. അങ്ങനെയല്ല, ഒരു വന്നാൽ പോകുന്നവനേ ഉള്ളൂ. പ്രേക്ഷകരെ, തീർത്തും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു ദിവസം ഞാൻ വീഡിയോയിൽ വന്നിട്ട് നിങ്ങളെ കാണിച്ചു തരും ദാറ്റ് ഐ ആം എ 6 പാക്ക്. പ്രേക്ഷകരെ കാത്തിരിക്കൂ 6 പാക്സ് കാണാൻ. അതെ. പിന്നെ വിക്കി, അപ്പൊ നമുക്ക് നമ്മുടെ റേഡിയോ റാങ്ക് എക്സ്പ്രസ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഓൾറെഡി നമ്മളിപ്പോ ഇങ്ങനെ സ്ലോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇനി അതിനൊന്ന് ഫാസ്റ്റ് ആക്കി ഓടിക്കാം. ആക്സിലറേറ്റർ കൊടുത്തു നമ്മള്. അതെന്തൊരു ആക്സിലറേറ്റർ ആയിരുന്നു! പതുക്കെ ഒന്ന് ചവിട്ടി കൊടുക്കാന്ന് പറയും. ഇത് എക്സ്പ്രസ് ആണ്, കാറല്ല. എക്സ്പ്രസിലും ആക്സിലറേറ്ററിൽ കായലിലോ കയ്യിലൊക്കെ ഇങ്ങ് വലിക്കേണ്ടി വരും. എന്നാൽ മാത്രമേ ഈ സാധനം മൂവ് ആവുള്ളൂ. അപ്പടിയാ? ഓക്കെ. അപ്പോ നമ്മുടെ റേഡിയോ റാങ്ക് എക്സ്പ്രസിന്റെ മോട്ടോ എന്താന്ന് നമ്മുടെ കുറച്ച് ചിന്തിപ്പിക്കുക, കുറച്ച് ചിരിപ്പിക്കുക, ഞങ്ങളുടെ ഇങ്ങനത്തെ ഈ ചളു സംസാരങ്ങളൊക്കെ നിങ്ങളൊന്ന് കേൾപ്പിക്കുക, അല്ലേ? അതൊക്കെയാണ്. പിന്നെ പറ്റും എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ചത്തെ പോലെയല്ല, ഈ ആഴ്ച ആരെങ്കിലും ഒക്കെ ഒന്ന് പറ്റിക്കുക. പറ്റിക്കുന്നതിന്റെ ഒരു സുഖം അതൊന്ന് വേറെയാണ്, അല്ലേ? എല്ലാവർക്കും അറിയാം. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ പറ്റിക്കുന്നതിന്റെയും അതേമാതിരി പറ്റിക്കപ്പെടുന്നതിന്റെയും സുഖം പ്രത്യേക തന്നെയാണ്. അതൊന്നും കഴിഞ്ഞ പ്രാവശ്യം പറ്റിക്കപ്പെടുകയാണ് നമ്മൾ ചെയ്തത്. സത്യമായിട്ടും അയ്യോ ഭയങ്കര നാണക്കേടായിപ്പോയി. പക്ഷേ അതിന് പകരം ഇന്ന് ഞങ്ങൾ 2 പേരെ വെച്ചിട്ടുണ്ട്. അതിൽ ആരാണോ എടുക്കുന്നത് അവരെയാണ് നമ്മൾ പ്രാങ്ക് കോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനു മുമ്പ് നമ്മുടെ എന്നത്തെയും പോലെ ഇന്നത്തെ കുസൃതി ചോദ്യം ചോദിക്കട്ടെ? ചോദിക്കൂ. ചലിക്കാതെ ഒരേ സ്ഥലത്തിൽ നിന്നുകൊണ്ട് മേലേക്കും താഴേക്കും പോകുന്ന സാധനം എന്ത്? എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരിക്കലും ചലിക്കില്ല. പക്ഷെ ഇങ്ങനെ ജസ്റ്റ് അവിടെ തന്നെ നിന്നുകൊണ്ട് മുകളിലേക്കും താഴേക്കും പോകും. സ്റ്റാറ്റിക് ആയിട്ട് നിന്നുകൊണ്ട് അത് മുകളിലേക്കും താഴേക്കും. പക്ഷെ സ്റ്റാറ്റിക് ആയിട്ട് നിന്നുകൊണ്ട് പിന്നെ എങ്ങനെ അത് ചലിക്കും? അതൊക്കെയാണ് അതിന്റെ ഒരു ഇത്. ഓക്കെ ഫൈൻ, നോക്കാലോ. അതെ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ചിന്തിച്ചോളൂ. അതായത് ചലിക്കാതെ ഒരേ സ്ഥലത്തിൽ നിന്നുകൊണ്ട് മേലേക്കും താഴേക്കും പോകുന്ന സാധനം എന്ത്? യെസ്. അപ്പൊ ഞാൻ ഇനി പ്രത്യേകിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്ന ആ ചോദ്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. കാരണം നിങ്ങൾക്ക് ഇപ്പം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ സാധനം ചലിക്കുകയില്ല, പക്ഷെ മേലേക്കും താഴേക്കും പോയിക്കൊണ്ടിരിക്കും. അതെ. അപ്പോ അത് എന്താണ്? ചോദ്യം ഇതാണ്. ഓക്കെ. അപ്പൊ നിങ്ങൾ അതെല്ലാം അതാലോചിച്ചോളൂ. നമ്മൾ മുമ്പോട്ടേക്ക് കിടക്കാം. ഇനിയാണ് നമ്മുടെ മെയിൻ സംഭവങ്ങൾ, അതായത് ചരിത്ര സംഭവങ്ങൾ, ഇന്നലത്തെയും ഇന്നത്തെയും.
ഇന്നലത്തെ സംഭവങ്ങൾ കുറച്ച് എന്താ പറയുക വ്യത്യസ്തമായിട്ട് ഇന്ന് ഫരി പറയും. ഇന്ന് എന്താണെന്ന് അറിയില്ല. വിക്കിക്ക് ഇന്നലെ എന്ന് പറഞ്ഞ വാക്ക് ഇഷ്ടമല്ല എന്നാ പറയുന്നത്. ഇന്ന് എന്തോ സംഭവിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഈ പ്ലാസ്റ്ററുടെ സംഭവം കാരണം കൊണ്ടാണ് വിക്കിക്ക് ഇന്നലെ എന്ന വാക്ക് ഇഷ്ടമല്ലാത്തത് തോന്നുന്നു. ഇഷ്ടമുള്ള വാക്കായിരുന്നു, പക്ഷെ ഇന്നലെ മുതൽ അത് ഇഷ്ടമല്ല. ഓ, ഇന്നലെ മുതലാണ് അത് ഇഷ്ടമാകാതെ ആയത് അല്ലേ? അത് തന്നെയല്ലേ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം ഇന്നലത്തെ ചരിത്ര സംഭവങ്ങൾ, അതായത് ജനുവരി 9 ചരിത്ര സംഭവങ്ങൾ. 1760 ബാബറി ഘാട്ടിലെ യുദ്ധത്തിൽ അഫ്ഗാനി സൈന്യം മറാഠ സൈന്യത്തെ തോൽപ്പിച്ചു. 1799 നെപ്പോളിയനെതിരെ ഉള്ള യുദ്ധത്തിനായി പണം സ്വരൂപിക്കാൻ നമ്മുടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വില്യം പിറ്റ് ആദായ നികുതി ഏർപ്പെടുത്തി. ടാക്സ് ഏർപ്പെടുത്തി നടത്താം. അത് തന്നെ ഉദ്ദേശിച്ചു. 1860 സർ ഹംഫ്രി ഡേവി ഖനിത്തൊഴിലാളികൾക്കായുള്ള ഒരു വിളക്ക് പരീക്ഷിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മൈനിങ് തൊഴിലാളികൾ ഈ പറഞ്ഞ ഹെഡ് ലാമ്പ് ടൈപ്പ് എന്തെങ്കിലും ആയിരിക്കണം. അതായിരിക്കണം. കാരണം താഴോട്ടേക്ക് പോകുമ്പോ അവർക്ക് വെളിച്ചം കിട്ടാനുള്ള ഒരു വിളക്കല്ലേ വേണ്ടത്. അവർക്ക് വർക്ക് ചെയ്യാനും പറ്റണല്ലോ, കയ്യിൽ പിടിച്ചിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. കറക്റ്റ്. 1863 ലണ്ടൻ ഭൂഗർഭ റെയിൽ സംവിധാനത്തിന്റെ ആദ്യഘട്ട പ്രവർത്തനം ആരംഭിച്ചു. അതേപോലെ 1950 നമ്മുടെ പ്രവാസി ദിനം, അതായത് നമ്മുടെ മഹാത്മാഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് നമ്മുടെ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നതിന്റെ ഒരു ഓർമ്മ ദിവസമായിട്ട് ഇന്നലെ പ്രവാസി ദിനമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ ആഘോഷിക്കും. 1950 എന്ന് കേട്ട് ഞെട്ടിപ്പോയി ആൾക്കാർ. 1950 അല്ല, 1915 1915 വാട്ട്. ഓക്കെ. പിന്നെ 2005 പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ യാസിർ അറാഫത്തിന്റെ പിൻഗാമിയായി റൌഹി ഫത്വയെ തെരഞ്ഞെടുത്തതും ജനുവരി 9. ഇനി വിക്കിക്ക് ഇഷ്ടപ്പെട്ട ഇന്നത്തെ ചരിത്ര സംഭവങ്ങളിലേക്ക്. വിക്കി, ഇന്നത്തെ ചരിത്ര സംഭവങ്ങൾ ഞാൻ പടപടപടാന്ന് പറഞ്ഞു പോവാം. നമ്മുടെ പ്രേക്ഷകർ പുതിയ പുതിയ പരിപാടികൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. 1920 ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചല്ലോ. അപ്പൊ അവസാനിച്ച സമയത്ത് നമ്മുടെ എന്താ പറയാ, അതിനെ തുടർന്ന് ഒരു ലീഗ് ഓഫ് നേഷൻസ് സ്ഥാപിതമായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടായത്. പക്ഷെ ആ സമാധാനം രണ്ടാം മഹാലോക യുദ്ധം വരെ ഉണ്ടായിരുന്നുള്ളൂ. എന്നത് തുടങ്ങിയോ ഇത് കരാറിലായി. പിന്നെ 1949 51 രാഷ്ട്രങ്ങൾ പങ്കെടുത്ത ആദ്യത്തെ UN കോൺഫറൻസ് നടന്നു. എന്ത് പറ്റി വിക്കി? എക്സ്പ്രസ് ഇത്തിരി സ്ലോ ആയി. അതാണ് കുറച്ച് കൂടുതൽ ഫാസ്റ്റ് ആവാൻ കൊണ്ടിട്ട് എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്. നല്ല കഴുത്തിട്ടുണ്ട്. 2007 ഇന്ത്യയുടെ 12ാമത്തെ റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹം അങ്ങ് വിക്ഷേപിക്കുകയുണ്ടായി. അതിന്റെ പേര് കാർട്ടോസോട്ട് 2. യെസ്. പിന്നെ 1966 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള താഷ്കന്റ് ഉടമ്പടി. എന്താണ് ഈ താഷ്കന്റ് ഉടമ്പടി? അറിയത്തില്ല. എന്തുകൊണ്ടാണ് അതിന് താഷ്കന്റ് ഉടമ്പടി എന്ന് പേര് വന്നത്? 1965 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ചെറിയൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. അപ്പൊ അതിന്റെ ഒരു സമാധാന കരാർ എപ്പോഴാ? 1965. അപ്പൊ ഈ ഉടമ്പടി ഉണ്ടായത് 1966. ഇത് ഈ താഷ്കന്റ് എന്ന് പറയുന്നത് ഉസ്ബെക്കിസ്ഥാനിലെ ഒരു സ്ഥലം. അപ്പൊ ഉസ്ബെക്കിസ്ഥാനാണ് അതിനകത്തൊരു മിഡിൽ ആയിട്ട് ആക്ട് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടാണ് ഈ മീഡിയേറ്റർ ആയിട്ട് ആക്ട് ചെയ്തിട്ട് ഇതിനൊരു കരാർ ഉണ്ടാക്കി സമാധാനം കൊണ്ടുവന്നത്. അപ്പൊ അങ്ങനെയാണ് ഇതിന് താഷ്കന്റ് ഉടമ്പടി എന്ന് പേര് വന്നത്. എക്സാക്ട്ലി. ഓക്കെ. അപ്പോ നമ്മുടെ ചരിത്ര സംഭവങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ദിനാചരണങ്ങളിലേക്ക് പോവാം. ഇന്നലെ ജനുവരി 9 ദിനാചരണങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ നമ്മുടെ ഇന്ത്യയിലെ പ്രവാസി ദിനമായിട്ട് ആഘോഷിക്കുന്നത് ജനുവരി 9. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതും ഞാൻ പറഞ്ഞു, മഹാത്മാഗാന്ധിജി നമ്മുടെ ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നതിന്റെ ഒരു ഓർമ്മ ദിവസമായിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അങ്ങനെ വന്നുകൊണ്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് കൂടെ ഓർക്കണം. അപ്പൊ അതിന് വലിയ മധുരമുണ്ട്. അതെ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പനാമ എന്ന സ്ഥലം അറിയോ? മനാമയല്ല, പനാമ. അവിടെ ഇന്നലത്തെ ദിവസം രക്തസാക്ഷി ദിനമായിരുന്നു. പിന്നെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഡേ ആയിരുന്നു ഇന്നലെ. എന്താണ് ഈ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി? അതായത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ചില ഡ്രസ്സിലോ അല്ലെങ്കിൽ ഡോർ ഹാൻഡിലൊക്കെ പിടിക്കുമ്പോൾ നമുക്ക് ഒരു കറണ്ട് അടിക്കില്ലേ? അതാണ് ഈ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ ആരെങ്കിലും കണക്ഷൻ കൊടുത്തു വെച്ചിട്ടുണ്ടാവും. വിക്കിക്ക് ഇതൊന്നും കിട്ടിയിട്ടില്ല അല്ലെ? അതാ സാരില്ല കേട്ടോ. ഞാൻ ഇത് നാളെയോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയിൽ ഞാൻ ഈ ഡേ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാം. ഈ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും സിന്തറ്റിക് ആയിട്ടുള്ള ഏതെങ്കിലും ഡ്രസ്സ് ഇടുക, അല്ലെങ്കിൽ നമ്മൾ ചില സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു ചെറുപ്പത്തിലൊക്കെ നമ്മൾ അത് കറണ്ടടി മാത്രമല്ല കേട്ടോ, ഒരു മാഗ്നറ്റിക് ഫീൽ ഉണ്ടാകുന്ന ഒരു ടൈപ്പാണ്. നമ്മൾ ചെറുപ്പത്തിൽ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല, നമ്മുടെ സ്റ്റിക്കിൽ റൂളറില്ലേ, അതായത് സ്കെയിൽ വെച്ചിട്ട് മുടിയിൽ നന്നായിട്ട് ഡ്രൈ മുടിയായിരിക്കണം, നന്നായിട്ട് അരച്ചിട്ട് പേപ്പറൊക്കെ ഇങ്ങനെ കുഞ്ഞു കഷ്ണങ്ങളായിട്ട്
ആയിട്ട് അതിങ്ങനെ പിടിക്കുമ്പോ അതിങ്ങനെ പേപ്പർ ഇങ്ങനെ പൊന്തി വരില്ലേ? ഓ, അത് മാഗ്നറ്റിക് അല്ലേ? ആ അത് തന്നെ. അതും ഇങ്ങനെ ഇത് എന്താ പറയാ, ഇപ്പൊ എന്റെ റബ്ബേ, മാഗ്നറ്റിക് മാറി ഇപ്പൊ സ്റ്റാറ്റിക് ഇലക്ട്രിക് ഡേ ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അതിപ്പോ മാഗ്നറ്റ് ആയിട്ട് മാറി. കുഴപ്പമില്ല, ഞാൻ പറഞ്ഞത് അങ്ങനെയാണ്. അപ്പൊ അതായത് അങ്ങനത്തെ ആ ഒരു ഫീല് വരും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, മാഗ്നറ്റിക് ഡേ ഞങ്ങളൊക്കെ പണ്ട് ചെയ്യാറ് ഒരു രണ്ട് കല്ലിന് രണ്ട് കല്ലിനെ ചേർത്ത് വെക്കും. അതായത് രണ്ട് സ്റ്റേറ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ കൂടെ തമ്മിൽ ഇങ്ങനെ കൂട്ടിമുട്ടുമ്പോൾ അത് ഒരു പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള എന്റെ പൊന്നെ, എനിക്കിങ്ങനെ വിക്കിനെ പോലെ സയന്റിഫിക് ആയിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. സോ അതാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഡേ. പിന്നെ ആപ്രിക്കോട്ട് ഡേ. ആപ്രിക്കോട്ട് ആക്ച്വലി നമ്മളുടെ ഹെൽത്തിന് ഒരുപാട് നല്ല ഗുണമുള്ള ഒരു ഫ്രൂട്ടാണ്. ചൈനയിലാണ് ഇത് ശരിക്കും ഇവർ ചെയ്തു തുടങ്ങി. കാരണം അവിടെ എന്തോ 4,000 പ്ലസ് ആപ്രിക്കോട്ട് ട്രീസ് എന്തോ ഉണ്ട്. അങ്ങനെ അവര് അതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സും ആ ആപ്രിക്കോട്ടിനെ ഇതാക്കിക്കൊണ്ടിട്ടൊക്കെയാണ് ആപ്രിക്കോട്ട് ഡേ എന്ന് പറഞ്ഞിട്ടൊരു ഡേ തന്നെ ഉണ്ടാക്കിയത്. മോസ്റ്റ്ലി നമുക്ക് ഫ്രഷ് ആപ്രിക്കോട്ടിനെക്കാളും കൂടുതൽ നമുക്ക് ഇവിടെയൊക്കെ ഡ്രൈ ആപ്രിക്കോട്ട്സ് ആണ് കൂടുതൽ കിട്ടുന്നത്. ഇല്ല, ഫ്രഷ് ആപ്രിക്കോട്ടും കിട്ടുമല്ലോ. അല്ല, കൂടുതൽ കിട്ടുന്ന കാര്യമാണ് ഞാൻ ചോദിച്ചത്. കിട്ടണില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. അത് കഴിച്ചിട്ടുണ്ടോ? ഓ പിന്നെ, എനിക്ക് വാങ്ങിച്ചോണ്ടായിരുന്നു അടുത്ത ആഴ്ച. തീർച്ചയായിട്ടും. അതെ. പിന്നെ അടുത്തത് ബലൂൺ അസഷൻ ഡേ. ജോൺ പോൾ എന്ന് പറഞ്ഞൊരു ഫ്രഞ്ച് ആസ്ട്രോനോട്ട് ആണ് ഈ ഒരു ദിവസം തുടങ്ങിയത്. അയാൾ ഒരു പ്രിസന്റെ മുമ്പിൽ പോയി നിന്നിട്ട് അന്ന് അവിടെയുള്ള എല്ലാവരോടും പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ചെയ്യാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. ഓൾമോസ്റ്റ് ഹാഫ് ആ സിറ്റിയുടെ പകുതിയിൽ കൂടുതൽ പോപ്പുലേഷൻ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു. ഇൻഫാക്ട് അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് വാഷിംഗ്ടൺ വരെ ഇവിടെ ഇത് കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. സ്ഥലത്തിന്റെ പേര് ഞാൻ മറന്നുപോയി, ഞാൻ വായിച്ചതാ. അമേരിക്കയിലെ ഏതൊരു സ്ഥലം, ഇൻഡിപെൻഡൻസ് സ്ക്വയർ എന്നാണ് ആ പ്രസിഡന്റ് മുമ്പിലത്തെ ഈ സ്ഥലത്തിന്റെ പേര്. അത് ഗവൺമെന്റ് ഭോജപുര സെൻട്രൽ ജയിലിൽ പറഞ്ഞില്ലല്ലോ. താൻ പോയി. അപ്പം അവിടുന്ന് പുള്ളി ഹോട്ട് എയർ ബലൂണിൽ, അതായത് ഹൈഡ്രജൻ ഫിൽഡ് ബലൂണിൽ കയറിയിട്ട് പുള്ളി ഓൾമോസ്റ്റ് 200 മൈൽസ് അന്ന് ഫസ്റ്റ് ടൈം ഒരു ഹോട്ട് എയർ ബലൂൺ ഇങ്ങനെ പൊന്തിപ്പോയി. അപ്പം അതുകൊണ്ടിട്ടാണ് ഇതിലെ ബലൂൺ അസഷൻ ഡേ എന്ന് പറയുന്നത്. അപ്പം അങ്ങനത്തെ ദിവസങ്ങളിൽ, അതായത് ജനുവരി 9 ഇപ്പൊ ഇന്നലെ കഴിഞ്ഞു പോയല്ലോ, ഇന്നലെ നിങ്ങൾ അറിഞ്ഞത്. ഇനി നെക്സ്റ്റ് ഇയർ ജനുവരി 9 ആർക്കെങ്കിലും ഈ ഡേ സെലിബ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാവരും എവിടെയെങ്കിലും ഒരു ഹോട്ട് എയർ ബലൂൺ പോകുന്ന സ്ഥലത്ത് പോയിട്ട് ആ ഹോട്ട് എയർ ബലൂണിൽ കയറിയിട്ട് യാത്ര ചെയ്യുക. അങ്ങനെ ഇനിയിപ്പോ ആരെയും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആളെ വേണ്ടി ഞങ്ങൾ തരാം, നിങ്ങൾ ബലൂൺ മാത്രം സംഘടിപ്പിച്ചാൽ മതി. അതെ, ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. 200 മീറ്റർ ഒന്നുമില്ല, അപ്പൊ ഇക്കോട്ടങ്ങട് വേലയ്ക്ക്. ഓക്കെ, ഇനി അടുത്തത് പ്ലേ ഗോഡ് ഡേ ആണ് ഇന്നലത്തെ ഒരു ദിവസം. ഈ പ്ലേ ഗോഡ് ഡേ എന്താണെന്നറിയോ? അറിയാലോ. എന്തുവാ? ഞാൻ തന്നെ പറയണോ? അത് അല്ല, ഞാനല്ലേ പറയണ്ടേ. അതായത് മനുഷ്യൻ ദൈവമാകുന്നത് എപ്പോഴാണ്? മറ്റുള്ള ഒരു സഹജീവിക്ക് നമ്മള് ഒരു ഹെൽപ്പ് ചെയ്യുമ്പോൾ. അറിയാലേ, വെറുതെ അല്ല, ഞാൻ വിചാരിച്ച ഒന്നും അറിയില്ല. അപ്പോ അങ്ങനത്തെ ഒരു ആയിരുന്നു ഇന്നലെ പ്ലേ ഗോഡ് ഡേ. അതായത് നമ്മളുടെ കൂടെ ഉള്ള ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്കൊരു സന്തോഷം, ഈവൻ ഇൻഫാക്ട് ഒരു കുഞ്ഞൊരു ചിരി പോലും കൊടുത്താൽ പോലും അതുപോലും വളരെ വലിയൊരു കാര്യമായിട്ട് കണക്കാക്കുന്ന ഒരു ചിരി കൊടുത്തു കഴിഞ്ഞാൽ അയാള് ദൈവത്തിന് തുല്യനാവും. ഓഫ് കോഴ്സ്, ചിരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ചിരിനെ കുറിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കാം. അപ്പോ ഇന്നലെ ലോ എൻഫോഴ്സ്മെന്റ് അപ്രീസിയേഷൻ ഡേ കൂടിയായിരുന്നു. വെള്ളിയാണല്ലോ ബൈ, കൂടിയായിരുന്നു. നമ്മൾ ചെറുപ്പത്തിലൊക്കെ പോലീസൊക്കെ ആയിട്ട് ഇങ്ങനെ അല്ലെ, കള്ളനും പോലീസൊക്കെ കളിച്ചില്ലേ, കള്ളനും പോലീസുകാരൊക്കെ കഴിക്കുമ്പോ നമ്മൾ പോലീസുകാരവൻ നമുക്ക് ഭയങ്കര ഇഷ്ടല്ലേ. അപ്പോ ഇന്നലത്തെ ദിവസം ശരിക്കും അവർക്ക് താങ്ക്സ് പറയേണ്ട ഒരു ദിവസം കൂടിയാണ്. അല്ല, പോലീസുകാർക്ക് പോലീസ് ആവാനല്ലേ ഇഷ്ടം? താങ്കൾക്ക് കള്ളനാവാനായിരുന്നു ഇഷ്ടം. സോറി, വിക്കി ഈസ് ആൻ എക്സെപ്ഷൻ. അല്ല, ആക്ച്വലി കള്ളനാവാൻ എനിക്കിഷ്ടം എന്നുള്ളതല്ല, കള്ളന്മാരെയാണ് ഇപ്പം കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം. അതാണ് സത്യം. മീശമാധവനെ കണ്ടില്ലേ? ഇന്നത്തെ ദിനാചരണങ്ങൾ കമോൺ. ഇന്ന് നമുക്ക് ലോക ഹിന്ദി ദിനമാണ്. आप क्या बोलते हैं? हम हुम हा हे ഹൗ ഹം ഹ. യെസ്. സെപ്റ്റംബർ 14 1975 നാഗ്പൂരിൽ ചേർന്ന ഒരു എന്താ പറയുക, ഒരു മീറ്റിംഗിനാണ് ഇന്ന് നമുക്ക് ഹിന്ദി ദിവസമായിട്ട് കണക്കാക്കാം എന്ന് തീരുമാനമെടുക്കുന്നത്. അപ്പൊ ഇന്ത്യയിലാണ് ഹിന്ദി കൂടുതൽ സംസാരിക്കുന്നത്. പക്ഷേ അത് പാകിസ്ഥാനിലും നേപ്പാളിലും അങ്ങനെ പല സ്ഥലങ്ങളും ഇങ്ങനെ പടർന്ന് പന്തലിച്ചിരിക്കുന്നുണ്ട്. പിന്നെ ബോളിവുഡിന്റെ ഒക്കെ പാട്ടുകൾ കേൾക്കാത്ത സ്ഥലങ്ങൾ കുറവായിരിക്കും തോന്നുന്നു അല്ലെ. ഇൻഫാക്ട് ജർമ്മനി വരെ ഒരുപാട് ഫാൻസ്. അതെ, ബോളിവുഡിന് ഒരുപാട് ഫാൻസ് ഉണ്ട്.
പിന്നെ മറ്റൊന്ന് ഹൗസ് പ്ലാന്റ് അപ്രിസിയേഷൻ ഡേ. എന്താണ് ഈ ഹൗസ് പ്ലാന്റ് അപ്രിസിയേഷൻ ഡേ? ആക്ച്വലി നമ്മൾ പലരും എന്താ പറയാ ഈ എന്താ പറയാ ഇപ്പൊ പ്ലാന്റ്സിനെ നമ്മള് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ട്, പക്ഷെ നമുക്കൊരു പേടി ഉണ്ടാവും ഇല്ലേ, നമ്മൾ നോക്കിയാൽ ചിലപ്പോൾ ചത്തുപോകും എന്നൊക്കെ ഉള്ളൊരിത്. അപ്പം അങ്ങനെയുള്ളവർക്ക് മാത്രമല്ല എല്ലാവർക്കും ശരിക്കും അങ്ങനത്തെ ഒരു ജീവൻ നമ്മുടെ വീട്ടിന്റെ അകത്ത് ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യമാണ്. ഇവിടെ പ്ലാന്റിനെ പറഞ്ഞപ്പോ ഒരാള് മൊബൈലൊക്കെ വലിച്ച് താഴെ എറിയാണ് ടിഷ് 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 എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് നമ്മളൊരു ജീവനെ കൊണ്ടുവന്ന് അതിന്റെ ആ ഫ്രഷ്നെസ്സും അതിന്റെ ആ ഒരു വാംത്തും എല്ലാം നമ്മൾ അനുഭവിക്കുക എന്നുള്ളതിന്റെ ഒരു ഇതാണ് ഹൗസ് പ്ലാന്റ് അപ്രീസിയേഷൻ ഡേ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു ഡേ എന്ന് പറയുന്നത് നമ്മുടെ കട്ട് യുവർ എനർജി കോസ്റ്റ് ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ഒക്കെ കുറച്ച് പൈസ കൊടുക്കുക. കുറച്ച് ഉപയോഗിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, അതിന്റെ കോസ്റ്റ് കട്ട് ചെയ്യണം. അതിപ്പം നമുക്ക് പല രീതിയിലും നോക്കാം. ഇപ്പൊ ഹീറ്റിംഗും ആവാം, ചിലപ്പോൾ കൂളിംഗും ആവാം. അതായത് AC ആവാം, അല്ലെങ്കിൽ ഹീറ്റർ ആവാം, അല്ലെങ്കിൽ ഫ്രിഡ്ജ് ആവാം, എന്തും ആവാം അപ്ലയൻസസ്. ജസ്റ്റ് നമ്മളൊന്ന് കണ്ണോടിച്ചാൽ തന്നെ നമുക്ക് തന്നെ അറിയാൻ പറ്റും നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന എന്താ സാധനം എന്നുള്ളത്. അപ്പൊ അതിനനുസരിച്ച് അതിനെ കോസ്റ്റ് കട്ടിങ് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പം ഒരു ഗ്യാസ് കത്തിക്കുക, വെറുതെ ചൂടുവെള്ളം ചൂടാക്കുക, അങ്ങനെയൊക്കെ ഉള്ള എനർജീസ് നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. പിന്നെ ബിറ്റർ സ്വീറ്റ് ചോക്ലേറ്റ് ഡേ, അതെനിക്കൊന്ന് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഫരിക്കായിരിക്കും. എനിക്ക് ബിറ്റർ സ്വീറ്റ് ഇഷ്ടമല്ല, എനിക്ക് സ്വീറ്റ് ചോക്ലേറ്റ് ഡേ ഇഷ്ടമുള്ളൂ. പക്ഷെ ഇന്ന് ബിറ്റർ സ്വീറ്റ് ചോക്ലേറ്റ് ഡേ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സ്റ്റുഡിയോയിൽ വന്ന് കയറിയപ്പോ തൊട്ട് വിക്കി ഈസ് വെരി ബിറ്റർ. നെക്സ്റ്റ് പീപ്പിൾ ഡേ. ഐ നോ, പെക്യുലിയർ പീപ്പിൾ ഡേ ആണ് ഇന്ന് എന്റെ ഡേ. എന്റെ പേരിന്റെ മീനിങ് തന്നെ സത്യം പറഞ്ഞാൽ ഡിഫറെന്റ് ഓർ യുണീക്ക് എന്നാണ്. ആണോ? യെസ്. പക്ഷെ അത് പെക്യുലിയർ തമ്മിൽ വ്യത്യാസമുണ്ട്. പെക്യുലിയർ എന്ന് പറഞ്ഞാൽ കുറച്ച് തലയ്ക്ക് ശരി ശരി. ഇന്നത്തെ ബർത്ത്ഡേസ്, ഇന്നത്തെ അല്ല, ഞാൻ ഇന്നലത്തെ ആണല്ലോ ഇന്നല്ലേ. ഓക്കെ, അപ്പം ഇന്നലത്തെ ബർത്ത്ഡേസിനെ കുറിച്ച് സംസാരിക്കാം. 1927 ജാൻ 9 നമ്മുടെ സുന്ദർലാൽ ബഹുഗുണ ശ്രദ്ധേയനായ ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ്. ചിപ്കോ പ്രസ്ഥാനത്തിന്റെ നേതാവും ഗാന്ധിയൻ ചിന്താരീതികളുടെ അഹിംസ, സത്യാഗ്രഹം എന്നിവയുടെ അനുകർത്താവുമാണ് ഈ സുന്ദർലാൽ ബഹുഗുണ. പിന്നെ 1847 ഓ ചന്തുമേനോനെ കുറിച്ച് കേൾക്കാത്തവരാരെങ്കിലും ഉണ്ടോ? ചന്തുമേനോ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇന്ദുലേഖയാണ് ഓർമ്മ വരുന്നത്. അതെ അതെ അതെ, സത്യം. ഇന്ദുലേഖ മലയാളത്തിലെ വളരെ അല്ലേ ലക്ഷണമുത്ത ഒരൊറ്റ നോവൽ എന്ന് വേണമെങ്കിൽ, ലക്ഷണയുക്തയോ. ആക്ച്വലി നമുക്ക് എന്താ പറയാ, ആ സമയത്ത് SSLC പഠിച്ചവർക്കൊക്കെ ഇതൊരു സബ്ജക്ട് ആയിരുന്നു. ഇംഗ്ലീഷ് സെക്കൻഡ് സബ്ജക്ട് ആയിട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞു കേട്ടില്ല. മലയാളം സെക്കൻഡിൽ ഇംഗ്ലീഷിലും ഞങ്ങളുടെ ക്ലാസ് ഉണ്ടോ? ഞങ്ങളുടെ ഇതില് 11th 12th തോന്നുന്നു. ഇന്ദുലേഖ എന്ന് പറഞ്ഞൊരു ബുക്ക് തന്നെയുണ്ട്. അത് മലയാളം സെക്കൻഡിന്റെ ഒരൊറ്റ ബുക്കാണ് ഇന്ദുലേഖ. മലയാളം പഠിച്ചവർക്കൊക്കെ ഭയങ്കര. എന്റെ ഒരു 10-20 കൊല്ലം മുമ്പുള്ള ഞാൻ ചോദിച്ചു. ഓക്കെ. ഞാൻ 2000s ഞാൻ വന്നത്. അപ്പോ ആ ടൈമില് 12th സ്റ്റാൻഡേർഡ് 11th സ്റ്റാൻഡേർഡ് പഠിപ്പിച്ച സാധനം 12ാം ക്ലാസ്സിൽ പഠിപ്പിക്കാൻ തുടങ്ങി. അതാ എല്ലാവർക്കും മനസ്സിലായി. ഇനി 1922 ഹർഗോവിന്ദ് ഖുറാന ജനിതക എഞ്ചിനീയറിംഗിലെ ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ വ്യക്തികളിൽ ഒരാൾ ആയിട്ട് പരിഗണപ്പെടുന്ന നോബൽ പുരസ്കാരം ലഭിച്ച ജേതാവാണ്. ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് നമ്മുടെ ഹർഗോവിന്ദ് ഖുറാന. ജനറ്റിക് എഞ്ചിനീയറിംഗ്. 1930 മഹേന്ദ്ര കപൂർ മേരെ ദേശ് കി അങ്ങനെയല്ല പാടുന്നത്. മേരെ ദേശ് കി ധർത്തി സോനാ ഉഗലെ ഉഗലെ ഹീരെ മോത്തി, മേരെ ദേശ് കി ധർത്തി, മേരെ ദേശ് കി ധർത്തി. പിന്നെ ചലോ എക് ബാർ ഫിർ സേ, അങ്ങനത്തെ കുറെ നല്ല 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 ഒരുപാട് അതെ 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 ഒരുപാട് നല്ല പാട്ടുകളൊക്കെ പാടി തന്നിട്ടുള്ള ഒരു സിംഗറാണ് നമ്മുടെ മിസ്റ്റർ മഹേന്ദ്ര കപൂർ. പുള്ളിയുടെയും ബർത്ത്ഡേ ആയിരുന്നു ജാൻ 9. ഒരുപാട് നല്ല കിഡുമായിട്ടുള്ള ആൾക്കാർ. ഇന്നത്തെ ദിവസം സൂപ്പർബ് ഡേ ആണ്. ഇത് മനഃപൂർവ്വമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ദിവസം ഞാൻ പറയണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്ന് മാറ്റിയത്. അങ്ങനെയല്ല, അതാണ് പറയേണ്ടത്. അതായത് വിക്കിക്ക് ഇന്നത്തെ ഈ ബർത്ത്ഡേസ് പറയണായിരുന്നു, അതാണ് മെയിൻ. അപ്പൊ വിക്കി വന്നിട്ട് ഭയങ്കര എന്താ പറയാ അഭിനയൊക്കെ ആയിരുന്നു. എനിക്ക് എന്തോ ഇന്നലെ എന്ന് പറഞ്ഞൊരു വാക്ക് എനിക്ക് ഭയങ്കര ഇതാണ്. ഇന്നലത്തെ കുറിച്ച് നീ സംസാരിച്ചോ, ഞാൻ ഇന്നത്തെ കുറിച്ചൊക്കെ സംസാരിക്കാന്ന് പറഞ്ഞു. പിന്നെയാണ് തിരികെ വരുമോ. ഇന്ന് ആരൊക്കെ ബർത്ത്ഡേസ് പറഞ്ഞോളൂ. എനിക്കൊന്ന് ആൾക്കാരൊക്കെ ആകാംക്ഷ വിക്കി ഭയങ്കര എക്സൈറ്റഡ് ആവുന്നുണ്ടേ. നമ്മുടെ ഗാനഗന്ധർവൻ പറയുമ്പോ തന്നെ നമ്മുടെ സ്വന്തം അടങ്ങിയിരിക്കും.
ഇന്ന് ദാസേട്ടന്റെ ബർത്ത്ഡേ ആണ്. അതെ, നമ്മുടെ സ്വന്തം KJ യേശുദാസിന്റെ, അതായത് കട്ടാശ്ശേരി ജോസഫ് യേശുദാസിന്റെ ബർത്ത്ഡേ ആണ് Jan 10th, 1940. ദാസേട്ടന്റെ മകനും പാട്ടുകാരനാണ്. ദാസേട്ടന്റെ അച്ഛനും പാട്ടുകാരനും അഭിനേതാവുമായിരുന്നു. ഓ ഓക്കെ, അച്ഛനെ കുറിച്ച് അഗസ്റ്റിൻ ജോസഫ്. ഓക്കെ, പിന്നെ 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 ഞാൻ പറയാം ഫിർ തോ ഹേ ജാനാ. അങ്ങനെയല്ല. പിന്നെ ഹേ അതെയോ, അയ്യോ ഇങ്ങനെയൊക്കെ it was the way അതെയോ, ആ പാട്ടൊക്കെ പറഞ്ഞാലേ അറിയത്തുള്ളൂ. ഋതിക് റോഷൻ, നമ്മുടെ സ്വന്തം നമ്മുടെ സ്വന്തം 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 ശരിക്കും 6 pack ഉള്ള ഋതിക് റോഷൻ. പുള്ളി കട്ടപ്പനയിൽ ഋതിക് റോഷന്റെ ഒറിജിനൽ ബോളിവുഡ് ഋതിക് റോഷന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. Jan 10th, 1974 പുള്ളി ജനിച്ചത്. പിന്നെ 1990 നമ്മുടെ ഐശ്വര്യ രാജേഷ് തമിഴ് സിനിമയിൽ 2014 ഇറങ്ങിയ കാക്കാമുട്ടൈ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടൊക്കെ ഉള്ള ഒരു മനോഹരമായിട്ടുള്ള സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള നടിയാണ്, ഹീറോയിൻ ആയിരുന്നു ഐശ്വര്യ രാജേഷ്. പിന്നെ 1923 ഒളപ്പമണ്ണ കേട്ടിട്ടുണ്ടോന്നറിയില്ല, നമ്മുടെ മലയാളത്തിൽ തന്നെ പ്രശസ്തമായിട്ടുള്ള ഒരു കവിയാണ്. അത് ആക്ച്വലി ഒളപ്പമണ്ണ എന്ന് അറിയപ്പെടുന്ന ഒരു തൂലിക നാമം മാത്രമായിരുന്നു. പക്ഷെ ഒറിജിനൽ പേരെന്ന് പറയുന്നത് സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട്. അങ്ങേര് കൂടെ ജനിച്ച ദിവസമാണ് ഇന്ന്. ഒരുപാട് എല്ലാവരും കിടു ആൾക്കാരാണല്ലോ ജനിച്ചത്. വിനോദ് ബിഹാരി ചൗധരി, അടിപൊളി പേരാണല്ലോ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു പ്രധാന മുന്നേറ്റമായ ചിറ്റഗോങ്, അതായത് ആയുധപ്പുര ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അതിന് നേതൃത്വം നൽകിയ ഒരു വ്യക്തിയാണ് ഈ വിനോദ് ബിഹാരി ചൗധരി. നമ്മുടെ ഒരു ലിസണർ ആയിട്ടുള്ള മിസ്റ്റർ ഇസ്മായിലിന്റെ മോന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. ഇമൽ ഇസ്മായിൽ. ഇമൽ ഇസ്മായിലിനും ഞങ്ങളുടെ വക ബാക്കി എല്ലാവരുടെയും കൂടെ ഒരു ബിഗ് 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 ഹാപ്പി ബർത്ത്ഡേ ടു യു. ലെറ്റ്സ് സ്റ്റാർട്ട് ദ ബർത്ത്ഡേ. അത് മാത്രമല്ല, ആക്ച്വലി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മുടെ നമ്മുടെ ലിസണർ മജീദ് ബാപ്പുടെ ഉപ്പാടെ ബർത്ത്ഡേ ആണെന്ന് കൂടി പറയുന്നുണ്ട്. ഉപ്പാന്റെ പേരൊന്ന് പറഞ്ഞാൽ നമുക്ക് പേര് പറയായിരുന്നു. നമ്മുടെ ലിസണർ മജീദ് ബാപ്പുവിന്റെ ഫാദർ, കുഴപ്പമില്ല, മജീദ് ബാപ്പു. അതെ, മജീദ് ബാപ്പുടെ ഉപ്പയുടെ കൂടെ ബർത്ത്ഡേ ആണ്. അത് മാത്രമല്ല, കഴിഞ്ഞ ആഴ്ച ആക്ച്വലി ഒരു ബിലേറ്റഡ് ബർത്ത്ഡേ കൂടി പറയാനുണ്ട്. നമ്മുടെ ഷോ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് മെസ്സേജ് വന്നത്. ഓക്കെ, അതായിരുന്നു നമ്മുടെ തന്നെ ഒരു ശ്രോതാവ് കൂടിയായ നമ്മുടെ രാജേഷ് CS, അങ്ങേരുടെ മകൻ അശ്വിന്റെ ബർത്ത്ഡേ ആയിരുന്നു. ഓക്കെ, അപ്പം ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് അശ്വിൻ കുട്ട, ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. Happy birthday to you. Happy birthday to you. Happy birthday. Happy birthday. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday. Happy birthday. Happy birthday to you. Happy birthday to you all. Happy birthday. May you all have a very 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 wonderful year ahead. ഓക്കെ, ഇന്ന് ഇതല്ലാതെ നമുക്ക് എന്താണ് നമ്മുടെ ശ്രോതാക്കൾക്ക് പറയാനുള്ളത്? ഇത് അല്ലാതെ നമുക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളതെന്ന് വെച്ചാൽ ഇന്ന് വേൾഡ് സ്മൈൽ ഡേ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് സമയം നമ്മളുടെ ചിരിയെക്കുറിച്ച് സംസാരിക്കാം. പക്ഷേ ചിരിക്കുന്നതിന് മുമ്പ് കുറച്ച് നേരം ഒരുപാട് മെസ്സേജസ് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഇത്തിരി ഫട്ട് എല്ലാ മെസ്സേജസും വായിച്ചു പോവാം. ഒരുപാട് വ്യൂവേഴ്സ് ഇന്ന് നമ്മുടെ ഇടയിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ മജീദ് ബാപ്പു, ഷബ്നം സുലൈമാൻ, ഹായ് ഫരി വിക്കി പറഞ്ഞിട്ടുണ്ട്. സുപ്രിയ രാജ്, ഹായ് വിക്കി, ഒരുപാട് നാളായല്ലോ, രണ്ടുപേർക്കും സുഖമാണോ? സുഖം തന്നെ. ഒരുപാട് നാളോ, ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ എല്ലാം ഇന്നലെ നടന്നു പോണതുപോലെ ഈ ഒരാഴ്ച നടന്നു പോകുന്നത് അല്ലേ. രജനി പല്ലസേന എത്തിയിട്ടുണ്ട്. മജീദ് ബാപ്പു വീണ്ടും ഹായ് പറഞ്ഞിട്ടുണ്ട്. സുപ്രിയ രാജ് എത്തിയിട്ടുണ്ട്. ജയശ്രീ മൂർത്തി എത്തിയിട്ടുണ്ട്. മൂർത്തി നൂറാണി പത്മനാഭൻ എത്തിയിട്ടുണ്ട്. മൂർത്തി സാറേ, ലാസ്റ്റ് വീക്ക് ബർത്ത്ഡേ എങ്ങനെ ഉണ്ടായിരുന്നു? പൊളിച്ചില്ലേ? മസാലയിലൊക്കെ പോയി ഡിന്നർ അടിച്ചോ? നിഹാസ് ബഷീർ എത്തിയിട്ടുണ്ട്. ഹലോ. മാധവൻ നായർ, ഹലോ ആൻഡ് നൈസ് ആൻഡ് കീപ് ഗോയിങ്. ഫരി ആൻഡ് വിക്കി കി ജയ്. താങ്ക് യു സോ മച്ച്. പ്രശാന്ത് ധർമ്മരാജ്, ഗ്രേറ്റ് ഷോ, കീപ് ഇറ്റ് അപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചന്ദ്രിക കരുണാകരൻ എത്തിയിട്ടുണ്ട്. സൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ചലിക്കാതെ മുകളിലേക്കും താഴേക്കും പോകുന്ന സാധനം സൺ ചലിക്കുന്നില്ലേ? ചലിക്കുന്നുണ്ടോ നോക്കാം. ചന്ദ്രി ചേച്ചി കൺഫ്യൂസ് ചെയ്തു. അതെ എന്നെ തന്നെ കൺഫ്യൂസ് ചെയ്തു. കറക്റ്റ്. പിന്നെ ഷബ്നം സുലൈമാൻ, ഹൗ ആർ യു? അൽഹംദുലില്ലാ, വി ആർ ഓൾ ഗുഡ്. ക്വസ്റ്റ്യൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മനോഹരേട്ടൻ എത്തിയിട്ടുണ്ട്. മനോഹർ പവർട്ടി, നമ്മുടെ ഒരു ഷോയിൽ അതിഥിയായിട്ട് വന്ന മനോഹരേട്ടൻ.
താങ്ക് യു വെരി ഹലോ മച്ച്. ഫരിയൻ വിക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. മാധവൻ നായർ ആൻസർ ലിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മജീദിന്റെ മോളാണ്, അപ്പോൾ മജീദിന്റെ ആണ് ബർത്ത്ഡേ. ഓ ഓ ഓ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ നമ്മുടെ ലിസ്ണർ മജീദ് ബാപ്പുടെ ബർത്ത്ഡേ ആണ്. മജീദ് ഇക്കാന്റെ ഫോൺ എടുത്തിട്ട് മോളാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓ മൈ ഓക്കെ. അപ്പം Thank you, മോളെ. ഹാപ്പി ബർത്ത്ഡേ മജീദ് കാ. പിന്നെ ചന്ദ്രിക കരുണാകരൻ സണ്ണ് പറഞ്ഞു. ഓക്കെ. ശോഭ കൊന്നാന ഗുഡ് ഈവനിങ് വിക്കി ഫരി, ഹൗ യു? Good evening. ഗുഡ് ഈവനിങ്, വി ആർ ഗുഡ്. ആനന്ദ് കൃഷ്ണ എത്തിയിട്ടുണ്ട്, ഹായ് പറഞ്ഞിട്ട്. ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്: ചലിക്കാതെ താഴേക്കും മുകളിലേക്കും മാത്രം പോകുന്ന ഒരു സാധനം, അതെന്താണ്? അതായത് ഈ സാധനം ചലിക്കില്ല. എപ്പോഴും ഒരിടത്ത് സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കും, പക്ഷേ താഴേക്കും മുകളിലേക്കും പോകാം. എന്താണത്? മേനൻ രാഹുൽ ദേവദാസ് എത്തിയിട്ടുണ്ട്. ഐ ഹാവ് കം ആസ് പ്രോമിസ്ഡ്. താങ്ക് യു സോ മച്ച് Thanks a രാഹുൽ. lot. ഉമ ഹല ചങ്ക്സ് ആൻഡ് ബ്രോസ്. ചങ്കൂസ് ആൻഡ് ബ്രോസ്. അതെന്തത്? എന്നെ ആയിരിക്കും ബ്രോ എന്ന് വിളിച്ചിട്ടുണ്ടാവുക, നിങ്ങളാണ് ചങ്കൂസ്. ഓക്കെ. ആയിരിക്കും. Thank you, ഞാൻ Uma. ഇന്ന് Thanks for നേരത്തെ joining us എത്തിയിട്ടോ, today. അതാണ്. പിന്നെ ഉത്തരം കറൻസി റേറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അതും ആവാം. ആരാണത് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ സ്വന്തം ഉമ അയ്യർ. അതാണ് ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൻസർ അതാണ്. വരുന്നുണ്ടോ? മനോഹരേട്ടൻ എത്തിയിരിക്കുന്നു. പ്രശാന്ത് ധർമ്മരാജ്. എന്റെ ഫുൾ സംഭവം. ചന്ദ്രിക കരുണാകരൻ പറയുന്നത് എന്റെ മോന്റെ മാരേജ് ആണ് 1st February. പ്ലീസ് പ്രേ ആൻഡ് വിഷ് ഫോർ ദം. രോഹിത് ആൻഡ് നീതു ആണ്. സോ ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും നേരുന്നു രോഹിത്തിനും നീതുനും. എല്ലാവരും ആശംസകൾ നേരുന്നതോടൊപ്പം രോഹിത് പാർട്ടി വേണമെന്നാണ്. ചിന്തിക്കാൻ സമയം കിട്ടാ. അയ്യോ, ഇത് ചന്ദ്രിക ചേച്ചിയെ വിക്കി മിക്കവാറും ഈ ഷോയിൽ കൊളവാക്കും. വിക്കിയെ പോട്ടെ, പാവങ്ങളല്ലേ. ഇങ്ങനത്തെ ഷോയിലല്ലേ നമുക്ക് അഡ്വൈസ് കൊടുക്കാൻ പറ്റുള്ളൂ. നേരിട്ട് പോയി അഡ്വൈസ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് കിട്ടും, അതുകൊണ്ടാ. അത് സത്യാന്നേ. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് കടക്കാം. എനിക്കൊന്ന് ഇന്ന് വേൾഡ് സ്മൈൽ ഡേയും കൂടിയാണ്. സ്മൈൽ ഡേ ആണ്. ഞങ്ങൾ മനഃപൂർവ്വം ഇത് പറയാറുന്നാണ് നിങ്ങൾക്ക്. അതെ, ഇന്ന് ഞങ്ങൾ മനഃപൂർവ്വം ആ സ്മൈൽ ഡേ നമ്മുടെ ദിനാചരണങ്ങളുടെ കൂടെ പറയാതിരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്മൈൽ ഡേ ഇസ് വെരി 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 ഇമ്പോർട്ടന്റ് അല്ലേ നമുക്ക് എല്ലാവർക്കും. സ്പെഷ്യലി 2020 എന്ന് പറയുന്ന ഒരു വർഷത്തില് മിക്കവരും മറന്നു പോയ ഒരു കാര്യമാണ് ഒന്ന് സ്മൈൽ ചെയ്യാൻ. അതെ, ഒന്ന് സ്മൈൽ ചെയ്യുക. ഒരു ലൈക്ക് എന്ന് പറഞ്ഞ് അട്ടഹസിച്ചില്ലെങ്കിലും ഒരു കുട്ടി സ്മൈൽ ചെയ്യാൻ, അത് നമ്മൾ എല്ലാവരും മറന്ന ഒരു കാര്യമാണ്. പക്ഷെ എനിക്കറിയാം ഞങ്ങളുടെ ഈ ഷോ കൊണ്ടിട്ട് ഒരുപാട് പേരെ അല്ലെ കുറച്ച് സമയത്തേക്കാണെങ്കിൽ പോലും നമ്മൾ സ്മൈൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ സ്മൈൽ ചെയ്യുന്നുണ്ട്, ആഗ്രഹിക്കുന്നല്ല, സ്മൈൽ ചെയ്തിട്ടുണ്ട്. ഇല്ലേ എല്ലാവരും മെസ്സേജ് അയക്കും. എന്താണ് ഈ സ്മൈലിന്റെ പിന്നിലുള്ള സയൻസ്? പറഞ്ഞോളൂ. സയൻസ്കാരനാണല്ലോ നമ്മുടെ വിക്കി. സ്മൈലിന് സയൻസ് ഉണ്ടോ? സ്മൈലിന് സയൻസ് ഉണ്ടോ? സൈസ് ഉണ്ട്, അത് ഓരോരുത്തരുടെ വായിന്റെ വലുപ്പം വെച്ചിട്ടുള്ള സൈസ്. പറയൂ പോയി. 2 ഇഞ്ചുള്ളവരുണ്ടാവും, മുഖം മൊത്തം വായുള്ള ആൾക്കാരും ഉണ്ടാവും, ചില ആൾക്കാരെ മാതിരി. അപ്പം അവര് അതിനനുസരിച്ച് സ്മൈൽ ചെയ്യാവുന്നതാണ്. ബട്ട് there is a science behind smile. Okay, so what is it? We are here to listen. ഈ സ്മൈലിന് ഒരുപാട് ഗുണം ഉണ്ട്. അതായത് നമ്മൾ ചിരിക്കുമ്പോൾ നമ്മുടെ ഒരുപാട് സ്ട്രെസ്സുകൾ നമ്മൾ വെറുതെ ഒന്ന് ചിരിച്ചാൽ മതി. അതൊരു ചെറിയൊരു പുഞ്ചിരി കൊടുത്താൽ തന്നെ നമ്മുടെ സ്ട്രെസ്സുകളെല്ലാം അതിനകത്ത് കുറയും. അതെ, അപ്പോൾ ഇപ്പോൾ ചിലവരിപ്പോൾ ഇവിടുന്ന് പുഞ്ചിരിച്ച് കാണിക്കുന്നുണ്ട്, നമ്മൾ അവിടെ ദൂരത്തു നിന്നൊക്കെ ഓരോരുത്തർ പുഞ്ചിരിച്ച് കാണിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ അവരുടെ മുഖത്തിലെ പ്രകാശം നമുക്ക് കാണാൻ പറ്റും അല്ലേ. ചില ആൾക്കാർ ഈ പറഞ്ഞ പുഞ്ചിരിക്കുന്ന പേരിൽ ഈ പറഞ്ഞ ഫേക്ക് ആയിട്ട് പുഞ്ചിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരും ഇവിടെയുണ്ട്, ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അതെ, ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരിൽ തന്നെ ഒരാളാണ് അത്. അതെ, പ്രേക്ഷകർക്ക് മനസ്സിലായി എല്ലാവർക്കും. എന്നാൽ ഇന്ന് എങ്ങനെയാണ് ഇത് കാര്യങ്ങളൊക്കെ അഡ്മിറ്റ് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ 2-3 തെറ്റുകളെല്ലാം സ്വയം അഡ്മിറ്റ് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ പരി എന്ത് പറ്റി? ഒന്നുമില്ല, ഇന്ന് മൊത്തത്തിൽ വെള്ളിയാ. അതെ, എന്നാ പിന്നെ നമുക്ക് സ്മൈലിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ പടപടാന്ന് പറഞ്ഞു പോയിക്കൂടെ? സ്മൈലിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഓടി പറയാം. സ്മൈലിന് നമ്മൾ 10 കാരണങ്ങളുണ്ട് നമ്മൾ എന്തുകൊണ്ടാണ് സ്മൈൽ ചെയ്യേണ്ടതെന്നുള്ളത്. അതിൽ ഒന്ന്, സ്മൈൽ ചെയ്താൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. അത് ഒരു വല്ലാത്ത കാര്യം. അതെ, അപ്പൊ ഇനിയിപ്പോ ഈ കൊറോണയുടെ ഇടയില് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ മഞ്ഞളും ഇതൊക്കെ കുടിക്കണം. പക്ഷെ അതിന്റെ ഒപ്പം സ്മൈൽ കൂടി ചെയ്താൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റപ്പ് ആവും. അതിന്റെ കൂടെ തന്നെ ഈ സ്മൈൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരുപാട് സ്ട്രെസ് റിലീഫ് ആവും. ഞാനിപ്പോ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നല്ലോ, വിക്കി ഇവിടെ കയറി വന്നപ്പോഴല്ലോ വിക്കിന്റെ മുഖമൊക്കെ ഇങ്ങനെ ആകെ കുഞ്ഞിക്കുട്ടീനെ പോലെ ഇങ്ങനെ ഭയങ്കര ചുരുണ്ടുകൂടിയൊക്കെ ഇരുന്നിരുന്നത്. പക്ഷെ ഇവിടെ വന്ന് എന്നോട് സംസാരിച്ച് വിക്കി ചിരിച്ചു കഴിഞ്ഞപ്പോൾ വിക്കി ഓക്കെ ഡിം. ഇപ്പൊ ഇവിടെ ഒരാൾക്ക് വെള്ളി മാത്രമേ വീഴുന്നു. ഞാൻ ഇപ്പൊ വെള്ളി പറഞ്ഞില്ല. പിന്നെ
സ്മൈൽ ശരിക്കും നമ്മുടെ മൂഡിനെ ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്യും. നമുക്ക് ഒരുപാട് മൂഡ് സ്വിങ്സ് ഉണ്ടാവും. ചിലപ്പം നമ്മൾ രാവിലെ എണീക്കുമ്പോൾ പോലും നമ്മൾ എന്താ പറയുക, ചിലപ്പോൾ വല്ല ബാഡ് ന്യൂസ് ഒക്കെ കേട്ടിട്ട്, അല്ലെ രാവിലെ തന്നെ വേണമെന്നില്ല, നമ്മൾ ദിവസത്തിൽ എപ്പോഴെങ്കിലും ഒരു സമയത്ത് ഒരു ബാഡ് ന്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചീത്തയായിട്ടുള്ള ഒരു സംഭവം കാണുകയോ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മൂഡ് ഫുള്ള് ഔട്ടാവും അല്ലേ. പക്ഷെ നമ്മളൊന്ന് എന്തെങ്കിലും ഒരു ഇതില് നമ്മളൊന്ന് ചിരിച്ചാൽ തന്നെ നമ്മുടെ ആ മൂഡ് കംപ്ലീറ്റ് ആയിട്ട് മാറും. കംപ്ലീറ്റ് ആയിട്ട് ബാഡ് ന്യൂസ് കേൾക്കുമ്പോൾ നമ്മൾ ചിരിക്കണം. അങ്ങനെയല്ല, ബാഡ് ന്യൂസ് കേൾക്കുമ്പോൾ അങ്ങനെ ചിരിക്കണം എന്നല്ല, പക്ഷെ ബാഡ് ന്യൂസ് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാലും ലൈക്ക് നമ്മുടെ ബോഡി അതിനോട് ആ ഒരു ഇതിനോട് ചില സന്ദർഭങ്ങളിൽ നിങ്ങൾ ചിരിക്കരുത് കേട്ടോ. ഫരിയുടെ കൂട്ടം അയ്യോ അങ്ങനെയല്ല, മനസ്സിൽ ചിരിച്ചോളൂ. നിങ്ങൾ പുറത്ത് ചിരിച്ച് കാണിക്കണം എന്ന് ആരും പറഞ്ഞില്ലല്ലോ. നിങ്ങളുടെ മൂഡ് എലിവേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഫേക്ക് ചിരി എന്ന് നമ്മളിപ്പോ തൊട്ടു മുമ്പ് പറഞ്ഞല്ലോ. അതാണ് സംഭവം. അതായത് സങ്കടമുള്ള സ്ഥലത്ത് പോയിട്ട് നമ്മൾ മനസ്സിൽ ചിരിക്കണം. അയ്യോ അങ്ങനെ, അതായത് ഞാൻ അവരെ കാണിക്കാനോ അവർക്ക് വേണ്ടി ചിരിക്കുക എന്നല്ല പറഞ്ഞത്. നമ്മളുടെ ശരീരത്തിന് വേണ്ടി നമുക്ക് വേണ്ടി മാത്രം ചിരിക്കുക എന്നാണ് ഉദ്ദേശിച്ചത്. അതായത് ആ സങ്കടങ്ങൾ നമുക്ക് മറക്കാൻ പറ്റും. നമ്മുടെ കൈവിട്ടു പോയ കാര്യങ്ങൾ നമുക്ക് തിരിച്ചു കിട്ടില്ല. അതിപ്പോ എന്താണെങ്കിലും, അതിപ്പോ ഒരു വാക്കാവാം, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ആവാം, അല്ലെങ്കിൽ എന്തുമാവാം. ഈ സ്മൈലിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട്. കണ്ടേജിയസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോണയെക്കാട്ടിലും ഭയങ്കര കണ്ടേജിയസ് ആണ്. പകർച്ചവ്യാധിയാണ് ഈ സ്മൈൽ. നിങ്ങൾ രാവിലെ എണീറ്റിട്ട് പുറത്ത് വന്നിട്ട് ജസ്റ്റ് ഫസ്റ്റ് കാണുന്ന ഒരാൾക്ക് ഒന്ന് സ്മൈൽ ചെയ്ത് നോക്കിക്കേ. അയാൾ നിങ്ങളെ തിരിച്ച് സ്മൈൽ ചെയ്യും. പിന്നെ അയാൾ എവിടെയെങ്കിലും പോയി ആരെങ്കിലും കാണുമ്പോൾ അയാൾ അവർക്ക് സ്മൈൽ കാണിക്കും, അവര് വേറെ ആളെ സ്മൈൽ ചെയ്ത് കാണിക്കും. സോ അതെ, അപ്പം അങ്ങനെയാവുന്ന വെച്ചാൽ ഫുൾ വേൾഡ് ഒരുമിച്ച് സ്മൈൽ ചെയ്യും. നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ സ്റ്റേറ്റിന് വേറെ എന്തോ പറയും നമ്മുടെ. അത് അങ്ങനത്തെ കക്കക്ക ചിരിയല്ല പറഞ്ഞത്, സ്മൈൽ ആണ് ഉദ്ദേശിച്ചത്. അതേപോലെ തന്നെ നമ്മുടെ ഈ സ്മൈലിങ് നമ്മുടെ ബ്ലഡ് പ്രഷറിനെ കുറയ്ക്കും. ദേഷ്യമൊക്കെ വന്നിട്ടിരിക്കുമ്പോ ഒക്കെ നമ്മൾ ആരുടെങ്കിലും ഒന്ന് നോക്കിയിട്ടില്ലേ, കുറച്ച് കഴിയുമ്പോ ഒന്ന് സ്മൈൽ ചെയ്താല് അവരുടെ കംപ്ലീറ്റ് പ്രഷർ അങ്ങ് പ്രത്യേകിച്ചും അതായത് പ്രഷറുള്ള, ഇപ്പം നമുക്ക് സ്ട്രെസ് ഉള്ള സമയത്തോ അല്ലെങ്കിൽ പ്രഷറുള്ള സമയത്തോ നമ്മളൊരു ജോക്ക് കാണുന്ന നോക്കിയാൽ, ഒരു കോമഡി കാണുന്ന നോക്കിയാൽ, അപ്പൊ നമ്മൾ മനസ്സിനുള്ളിൽ ചിരിക്കും, അല്ലാതെ നമ്മൾ ചിരിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് ഇതൊക്കെ സംഭവിക്കുന്നതാണ്. അത് എന്നെ ചിലപ്പോ ഒക്കെ എന്റെ അടുത്ത് എല്ലാരും പറയാറുണ്ട്, നിനക്ക് വായടച്ച് വെക്കാനും പറ്റില്ല, നിനക്ക് ചിരിക്കാതിരിക്കാനും പറ്റില്ല. എനിക്ക് എത്ര വലിയ പ്രശ്നങ്ങൾ, ഇപ്പൊ വീട്ടിൽ ഞാൻ ചിലപ്പോൾ വഴക്കൊക്കെ അടിച്ചിട്ടൊക്കെ ഇരിക്കും വരുന്നുണ്ടാവുക. ഇന്നിപ്പം ഓഫീസിൽ ഞാൻ ആകെ കംപ്ലീറ്റ് ഇതായിരുന്നു. പക്ഷേ ഉണ്ടല്ലോ, ഒരു സെക്കൻഡ് മതി എനിക്കിങ്ങനെ ടിക്ക് എന്ന് പറഞ്ഞിട്ട് ധുമ്മാവാനായിട്ട്. എന്തെങ്കിലും കണ്ടത് സ്മൈൽ അല്ലെങ്കിൽ പെട്ടെന്നൊരു ചിരിയൊക്കെ പാസ്സായി കഴിഞ്ഞാൽ കഴിഞ്ഞു. സത്യം, കരഞ്ഞോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ആരെങ്കിലും എന്റെ അടുത്ത് വന്ന് എന്തെങ്കിലും ജോക്ക് പറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പ ചിരിക്കും. അപ്പൊ കുടുംബക്കാർ കേൾക്കുക, അങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും കൊണ്ടുപോയാ കുട്ടിക്ക് മാത്രമല്ല നിങ്ങൾക്കും കിട്ടും. സത്യം. പിന്നെ നമ്മുടെ ഈ സ്മൈൽ ഉണ്ടല്ലോ, they will make us look younger. പക്ഷെ ഫരി ഒരുപാട് സ്മൈൽ ചെയ്യണമെന്ന് പറഞ്ഞു. ബട്ട് അതുകൊണ്ടല്ലേ എല്ലാവരും ചോദിക്കുന്നതിനടുത്ത് 10ാം ക്ലാസ്സിലാണോ പഠിക്കുന്നതെന്ന്. എനിക്ക് ഇപ്പൊ ചിരിച്ചപ്പോ തോന്നി കേട്ടോ, 10ാം ക്ലാസ്സിൽ 10 കൊല്ലമായിട്ട് പഠിക്കണമെന്ന് ചോദിച്ചു. അല്ല, ഇന്നലെയും കൂടി ഞങ്ങളെല്ലാരും കൂടി ഒരു മാഡത്തിന്റെ വീട്ടിൽ പോയിട്ട് ഇറങ്ങിയപ്പം ഒരു ആള് മുമ്പിലേക്ക് വന്നിട്ട് അങ്ങനെ മാഡത്തിനോട് ചോദിച്ചു, അയ്യോ ഇവരൊക്കെ ഏത് ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരാ? മൂപ്പർക്ക് കണ്ണു കാണില്ലായിരുന്നു അല്ലേ പാവം? അതെനിക്ക് അറിയത്തില്ല. ഇത്രയ്ക്ക് കണ്ണുമോട്ടോമാര് കൂടെ ഉണ്ടോ? പിന്നെ സ്മൈൽ വിൽ ഹെൽപ്പ് യു സ്റ്റേ പോസിറ്റീവ്. ഏത് കോവിഡ് പോസിറ്റീവ് യു ആർ ടോക്കിംഗ് അബൌട്ട്? We will not talk about COVID. We are talking about your mental health. ഈ 2020 നമ്മൾ ആക്ച്വലി അഭിമുഖീകരിച്ച ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ചിരിക്കുന്നത് മറ്റുള്ളവരെ കാണിക്കാൻ പറ്റില്ല. കാരണം ഈ മാസ്ക് ഇട്ടിട്ട് നമ്മൾ ചിരിക്കുന്നുണ്ടോന്ന് പോലും മറ്റുള്ളവർക്ക് അറിയില്ലായിരുന്നു. അപ്പൊ അതിന് വേണ്ടിട്ട് തന്നെ ഒരുപാട് മാസ്കുകൾ ഈ പറഞ്ഞ മാസ്ക് ഇട്ട് തുടങ്ങിയപ്പോൾ തന്നെ ആൾക്കാർ ചിരി കുറയ്ക്കുകയും ചെയ്തു. സ്വാഭാവികം. ഇൻഫാക്ട് കാരണം പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാനിപ്പോ ചോദിക്കും നിങ്ങൾ എന്താ ചിരിക്കാത്തെ ചോദിക്കുമ്പോൾ പറയും ചിരിച്ചിട്ട് കാര്യമില്ലല്ലോ, പുറത്തെന്തായാലും ആരും കാണാൻ പോകുന്നില്ലോ, പിന്നെ നമ്മൾ എന്തിനാ ചിരിക്കണേ. സത്യം. പക്ഷെ എന്നാലും നമുക്കൊരു മാസ്ക് ഇട്ടാലും ഈ ചിരി നമുക്ക് ഓരോരുത്തരുടെ കണ്ണുകളിലൂടെ നമുക്ക് കണ്ണുകളിൽ കൂടെ കറക്റ്റ്. എന്റെ കണ്ണിങ്ങനെ ചെറുതാവും ചിരിക്കുമ്പോൾ, കണ്ണ് ചെറുതാവും, മൂക്ക് ചെറുതാവും, മൊത്തം ഭയങ്കര വൃത്തികേടാവും. വൃത്തികേടല്ല കേട്ടോ, നല്ല ഭംഗിയായിരിക്കും. നമ്മൾ ക്യാമറയിലൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ എന്നൊക്കെ പിടിച്ച് ഇങ്ങനെ വയറൊക്കെ എന്താ പറയാ ശ്വാസമൊക്കെ പിടിച്ച് വയറ് 6 പാക്ക് കാണിക്കാൻ വേണ്ടി വിക്കി പിടിച്ച് നിൽക്കുന്ന പോലെയൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവും. പക്ഷെ അതിനൊന്ന് ചിരിച്ചു നോക്കി, എന്ത് അട്രാക്റ്റീവ് ലുക്കാണ് നമുക്ക്. പിന്നെ അത് എടുത്തു കഴിയുമ്പോൾ അറിയും.
പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടിയുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ചിരിക്കുമ്പോൾ നമുക്ക് ശരിക്കും തോന്നും ലൈക്ക് യെസ് വി ആർ സക്സസ്ഫുൾ എന്ന്. ആ ഒരു അതായത് നമുക്കിപ്പോൾ ഒരു ഫെയിലിയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഫുൾ ടൈം കരഞ്ഞ് അല്ലെങ്കിൽ ഫുൾ ടൈം ദുഃഖിച്ചൊക്കെ ഇരിക്കുക. നമ്മളൊന്ന് ചിരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുമോ നമ്മൾ എന്തോ ഒരു കാര്യത്തിൽ നമുക്ക് ഫെയിലിയർ ആവുന്ന സമയത്ത് നമ്മൾ ചിരിക്കണം. അപ്പൊ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് തോന്നും. എന്താണ് നമുക്കൊരു ചാലഞ്ച് ചെയ്യാം, നമ്മുടെ ലിസണേഴ്സിന്റെ കൂടെ. നിങ്ങൾ ഇന്നോ ഇനി എപ്പോഴും ഈ ഒരാഴ്ചയിൽ ഓക്കെ ഏതെങ്കിലും ലൈക്ക് ഇപ്പം ട്രാഫിക്കിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ വെയിറ്റിംഗിൽ നിൽക്കുകയാണ്, ക്യൂവിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ആൾക്കാരൊക്കെ ഇങ്ങനെ ഭയങ്കര ടെൻഷനൊക്കെ അടിച്ചിരിക്കുന്ന നിൽക്കുന്നിടത്ത് നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരുടെ ഇടയിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോമഡി ഒക്കെ പറഞ്ഞ് ചിരിക്കുക. ആ ചിരിക്കുമ്പോൾ ആശുപത്രി ഞാൻ ഉദ്ദേശിച്ചില്ല, പക്ഷെ എന്നാലും ഒന്ന് നിങ്ങൾ ചിരിക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് മറ്റുള്ളവരെ ഒന്ന് ശ്രദ്ധിക്കുക. മറ്റുള്ളവർ കൂടി അങ്ങനെ ഒച്ചയെടുത്ത് ചിരിച്ചില്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ഒരു സ്മൈൽ അവരുടെ മുഖത്തുണ്ടാവും. അങ്ങനെ എത്ര പേർക്ക് മറ്റൊരാളുടെ മുഖത്ത് സ്മൈൽ കൊണ്ടുവരാൻ പറ്റും. ഇത് വേണമെന്നില്ല. നമ്മുടെ പ്രേക്ഷകർക്കുള്ള ചാലഞ്ചാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി നിന്നിട്ട് ചിരിച്ചിട്ട് നിങ്ങളുടെ അനുഭവം അടുത്ത ആഴ്ച ഞങ്ങൾ അറിയിക്കുക. ഈ ഫരി പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലെ? പോലീസ് സ്റ്റേഷൻ, ആശുപത്രി, സൂപ്പർ മാർക്കറ്റ്. അല്ല നിങ്ങൾ ഈ ഒരാഴ്ചയില് മറ്റ് ആർക്കെങ്കിലും ആരുടെയെങ്കിലും മുഖത്ത് ഒരു പുഞ്ചിരി, അതെന്ത് ചെയ്തിട്ടുമാവാം, ഒരു പുഞ്ചിരി അത് നിങ്ങൾ കൊണ്ടുവരിക. എന്നിട്ട് അടുത്ത ആഴ്ചയിലത്തെ നമ്മളുടെ ഷോയിൽ നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ ഞങ്ങൾക്ക് തരിക. മറ്റൊരാൾ സ്മൈൽ ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു എനർജി മാത്രമല്ല ഒരു സംതൃപ്തി. അസൂയയോ? അതെ, മറ്റുള്ളവരെ സന്തോഷമായിരിക്കുമ്പോൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അസൂയ നമുക്ക് തോന്നുമല്ലോ. അത് ഫുൾ ജലസ് അടിച്ചിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമേ. എനിക്ക് അങ്ങനെ തോന്നാറില്ല. എനിക്ക് മറ്റുള്ളവർ ചിരിക്കുമ്പോൾ എനിക്ക് സന്തോഷമേ തോന്നാറുള്ളൂ. അപ്പോൾ അത് കണ്ടില്ല, ഇത് പറച്ചിൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ചാലഞ്ച്. ഓക്കെ, സോ 1 വീക്ക് ഈ 1 വീക്കിൽ നിങ്ങൾ ഡെയിലി, അതായത് നിങ്ങളുടെ നമ്മൾ തരുന്ന ചാലഞ്ച് എന്ന് പറയുന്നത് ഡെയിലി നിങ്ങൾ കുറച്ച് പേരെങ്കിലും ചിരിപ്പിക്കാൻ ശ്രമിക്കണം, പുഞ്ചിരിപ്പിക്കാൻ ശ്രമിക്കണം. ഓക്കെ, എന്നിട്ട് എത്ര പേരെ ചിരിപ്പിച്ചു എന്നുള്ള ഒരു കൗണ്ട് നിങ്ങൾ വെക്കുക. ഓക്കെ. അപ്പം നമ്മുടെ സ്മൈലിന്റെ പരിപാടി കഴിഞ്ഞു. നമുക്ക് ഇന്ന് നമ്മുടെ ദാസേട്ടന്റെ പിറന്നാളാണല്ലോ, അപ്പൊ നമുക്കൊരു ട്രിബ്യൂട്ട് കൊടുക്കാം ഈ ലിവിംഗ് ലെജൻഡിന് അല്ലേ. ഒരു പ്ലേബാക്ക് സിംഗറാണ്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലേബാക്ക് സിംഗറാണ് നമ്മുടെ മാളവിക അനിൽകുമാറും പിന്നെ അവരുടെ സ്റ്റുഡന്റ് ദൃഷ്ടി പ്രവീണും. ഓർക്കസ്ട്ര ചെയ്തിരിക്കുന്നത് രാമുരാജ്. നമുക്ക് ഈ പാട്ട് ഒന്ന് കേൾക്കാം, ഒരു ട്രിബ്യൂട്ട് ടു ആർ KJ യേശുദാസ്. One and only. ഗോപാംഗനേ ഗോപാംഗനേ ആത്മാവിലേ സ്വരമുരളിയിലൊഴുകും മുരളിയിലൊഴുകും നിസാ നിസാ സഗമപനി സഗാ സഗമപനി സഗാ മഗസനി സബനി മബഗമപനി സനി ബമഗമപനി ബമഗമപമഗമപമഗസനി സപനി സമഗ സഗാ ആ தங்கமகனின்று சிங்க நடை போட்டு அருகில் அருகில் வந்தார். 2 புறம் பற்றி எரியும் மெழுகாக மங்கை உருகி நின்றாய். கட்டும் மாடை என் காதல் கண்டதும் நழுவியதே. வேட்கத்தாழ்பால் அது வேந்தரை கண்டதும் விலகியதே.
षठजने पाया ये वरदान षठजने पाया ये वरदान कोई भी स्वर सा ठहरा कर कोई भी स्वर सा ठहरा कर गा लो चतुर सुजान षठजने पाया ये वरदान दानि दा म पदनि दा म गरे ग म पदनि सरे म गरि सनि दा म गरि ग म पद सरे ग म पनि सरे ग म प काला सरे ग म प दानि दा पद धनि गारिनी नि दा म गरि सरे ग म रि ग म प प ध म पदनि गरि नि सा सनि नि ध द प गरि रि स सनि नि द द प गरि रि स सनि नि द द प गरि सनि द प सरे ग म प रे ग म प ध ग म पदनि गरि सनि ध रि स नि द प सनि ध प ध रि ग म प द रे ग म प नि स रि ग म प काला ചെങ്കതളി കൂമ്പിൽ ചെറുതുമ്പിയായി തീരുന്നുവാൻ ഇനിയുമീ തുടികളിൽ കളിയാടാൻ മോഹം പാതിരാമഴയേതോ ഹംസഗീതം പാടി വീണപൂവിതൾ എങ്ങോ പിന്നിലാവിലലിഞ്ഞു നീലവാർമുഖിലോരം ചന്ദ്രഹൃദയം തേങ്ങി പാതിരാമഴയേതോ ഹംസഗീതം പാടി ഉന്ദേഹം തേക്കില തേനുന്തൻ വാക്കില ഉൻ പാർവൈ തൂണ്ടില ഞാൻ കൈതി കൂണ്ടില സംഗീതം പാട്ടില നീ പേസും പേച്ചില ദിവ്യാനുരാഗമായി പുളകം പൂത്തുപോയി ഒഴുകൂ ഒഴുകൂ സരയൂ നദിയായി രാഗോന്മാദം മധുരം ജീവാമൃതബിന്ദു ഹൃദയം പാടും ലയസിന്ധു മധുരം ജീവാമൃതബിന്ദു കളയമുനേ നിൻ കവിളിൽ ചാർത്തും കളഭനിലാപ്പോ പൊഴിയുവതിന്റെ പാടി നടന്നു മറഞ്ഞൊരു വഴികളിൽ ഈറനണിഞ്ഞ കരാഞ്ജലിയായി നിൻ പാതുകമുദ്രകൾ തേടി നടപ്പോ ഗോപവധൂജന വല്ലഭരിന്നും സരിഗരിഗമ സരിഗരിഗമ ഗമപ മപദ പദ പദ നി മപദ പദ നി ധനി ധനി സരി മഗരി സരി സരിഗസ മഗരി സനി സരി ഗസ മമരി സനി ബമരി ആനന്ദം ആനന്ദാനന്ദം ജഗദാനന്ദം സംഗീതം ആനന്ദം ആനന്ദാനന്ദം ജഗദാനന്ദം സംഗീതം മരി സനി ബരി സാദ രി സനി ബമ സനി ബമരി നി പാപ മരി സനി ബരി രി സനി ബമ സനി ബമരി നി പ മരി സനി ബരി രി സനി ബമ സനി ബമരി നി മരി സനി ബരി സനി ബമ സനി ബമ രി സനി ബമ സനി ബമരി നി ബമരി മ സനി ബമരി നി ബമരി സ സരി മ ബരി ആനന്ദം ആനന്ദാനന്ദം ജഗദാനന്ദം സംഗീതം ആനന്ദം ആനന്ദാനന്ദം ജഗദാനന്ദം സംഗീതം സംഗീതം
എനിക്ക് സത്യം പറഞ്ഞാൽ വെൽക്കം ബാക്ക് ഒന്നും പറയാനേ തോന്നുന്നുണ്ട്. എന്ത് മനോഹരമായിട്ടുള്ള രസകരമായിട്ട് അവതരിപ്പിച്ചല്ലേ. ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ മറ്റെന്താ പറയാ, അതേ ഗൂസ് ബംസ് ഒക്കെ വന്നു. അടിപൊളി. தங்கமகனிங்கு சிங்க நடை போட்டு அருகில் அருகில் வந்தான், ரெண்டு புறம் பற்றி எரியும் மெழுகாக மங்கை உருகി നിன்ற. എന്ത് മനോഹരമായിട്ടുള്ള കമ്പോസിഷൻസ് ആണ് സത്യം. ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് കൂടെ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങള്. മാളവികയും അതേമാതിരി മാളവിക, അനിൽകുമാർ ആൻഡ് ദൃഷ്ടി പ്രവീൺ. അടിപൊളി. ഇന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് ഇനി വേറെ പരിപാടിയൊന്നും വേണ്ട, നമുക്ക് ഒരിക്കൽ കൂടെ പ്ലേ ചെയ്താലോ എന്ന് ഞാൻ ആലോചിച്ചു. ഇനി ഞങ്ങൾ എന്തായാലും പാടാൻ പോകുന്നില്ല. അതായത് അവസാനത്തെ ആനന്ദം ആനന്ദാനന്ദം ജഗദാനന്ദം സംഗീതം ഞങ്ങൾ പാടില്ല എന്ന് പറഞ്ഞപ്പോ തന്നെ സംഗീതം. ഞാൻ തന്നെ എനിക്കൊന്ന് ദാസേട്ടന്റെ ശബ്ദത്തിലാണ് പാടുന്നതെന്നൊരു സംശയമുണ്ട്. എന്റെ ശബ്ദം എനിക്ക് തന്നെ അത്രയും മനോഹരമായിട്ട് ഇന്ന് വിക്കി എന്തൊരു ഷോ ഓഫ് ആണ് ബൈ. അതോ ഓക്കെ, നമുക്ക് കുറച്ച് മെസ്സേജസ് ഉണ്ട്, അതൊന്ന് വായിക്കാം. ജസിയ എത്തിയിട്ടുണ്ട്. മേനൻ രാഹുൽ ദേവദാസ് ഞാൻ പറഞ്ഞിരുന്നു, നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ. മാജിദ് എത്തിയിട്ടുണ്ട്. വേദ രാജീവ് വന്നിട്ട് പറയാൻ സൺഡേ ആവാൻ കാത്തിരിക്കുവായിരുന്നു. സോ എൻതൂസിയാസ്റ്റിക് ആൻഡ് എക്സൈറ്റഡ് ടു ഹിയർ ഫ്രം യു. താങ്ക് യു സോ മച്ച് വേദ, വി ലവ് യു. ശോഭ കൊന്നാൻ എത്തിയിട്ടുണ്ട്. ഗുഡ് ഈവനിങ് വിക്കി ഫറി, ഹൗ യു? വി ആർ ഫൈൻ. ഹൗ ആർ യു? മനോഹരം പാർട്ടി അഭിനന്ദനങ്ങൾ, ആശംസകൾ പറയുന്നുണ്ട് വിക്കിക്കും ഫരിക്കും. ഉമാ അയ്യർ, आज विश्व हिंदी दिवस है तो मेरी तरफ से सभी को विश्व हिंदी दिवस की हार्दिक शुभकामनाएं. आपको भी हार्दिक शुभकामनाएं. എനിക്ക് നമുക്ക് ഉമ്മയെ ഒരു ദിവസം ഇങ്ങോട്ട് വിളിക്കേണ്ടി വരും തോന്നുന്നു. വിളിക്കാം. ഉമ്മയുടെ കയ്യിൽ ഒരുപാട് സംഗതികളുണ്ട്. ഇങ്ങനത്തെ ഓരോ ഇതൊക്കെ ഇറക്കണമെന്നുണ്ടെങ്കിൽ സ്പോണ്ടേനിയസ് ആയിട്ട് വേണം വിക്കിക്കിട്ട് കൊടുക്കാൻ. വേദ രാജീവ്, ബെസ്റ്റ് വിഷസ്. ഗണേഷ് കൂരാർ എത്തിയിട്ടുണ്ട്. മൈ ഡിയർ വിക്കി ആൻഡ് ഫരി, സുഖമാണോ, സൗഖ്യമാണോ, സന്തോഷമാണോ? സുഖം, സൗഖ്യം, സന്തോഷം. മാളവിക നമ്പീർ, ഫരി ഞാനൊരു കട്ട ഫാൻ ആണ് കേട്ടോ. ഓ താങ്ക് യു സോ മച്ച്. എനിക്ക് വയ്യ, ഞാൻ അല്ല സത്യം പറഞ്ഞ ഫാൻ എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഞാൻ ആകെ ഒരു എന്താണ്ട് കേശോ. അത് ആക്ച്വലി മുഴുവനും മാളവിക മുഴുവനും മാളവിയുടെ മെസ്സേജ് മുഴുവനും വായിച്ചു. ഫരി ഞാനൊരു കട്ട ഫാനാണ് കേട്ടോ RJ വിക്കിയുടെ. എഴുതിയിട്ടില്ല. അത് വായിക്കുന്നില്ല, മനഃപൂർവ്വം വായിക്കുന്നില്ല. അള്ളാഹു വേണേ ആർക്ക് വേണമെങ്കിലും പോയി നോക്കാം, ഞാൻ സത്യമേ പറയൂ. ആനന്ദ് കൃഷ്ണ, തൻസീല ബദ്രുദ്ദീൻ, മജീദ് ബാപ്പുന്റെ ഞാൻ വായിച്ചായിരുന്നു. മാളവിക നമ്പ്യാർ, നൈസ് സിംഗിങ്, അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഞാനാണ് പാടിയേട്ടാ. സുപ്രിയ രാജ്, ഹാപ്പി ബർത്ത്ഡേ ടു ഓൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ നിങ്ങളുടെ സ്വന്തം റഹീം എത്തിയിട്ടുണ്ടല്ലോ. ഹായ് ഡിയേഴ്സ്. റോളി വർഗീസ്, ഹലോ. മിനി ആനന്ദ് എത്തിയിട്ടുണ്ട്. ബിജു പൊന്നൻ എത്തിയിട്ടുണ്ട്. മജീദ് ബാപ്പു താങ്ക് യു പറഞ്ഞിട്ടുണ്ട്. റഹീംക്ക് എന്തൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഞാൻ വായിക്കാം, വെയിറ്റ്. ഞാൻ കണ്ടു. സുപ്രിയ രാജ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അഭില അയ്യപ്പൻ ചോദിച്ചിട്ടുണ്ട് ടൈം ആണോ? ആണോ അല്ല എന്ന് പറയേണ്ടത് ആവാലോ, അത് മുകളിലേക്ക് പറയില്ല. ഓ വേദ പറയുന്ന ആൻസർ കേട്ടോ, വെയിറ്റ് ആണോന്ന്. ഏകദേശം അടുത്ത് വരുന്നുണ്ട്. പ്രദീപ് അഴിക്കോട്, ഇന്ന് ദാസേട്ടന്റെ ജന്മദിനം കൂടിയാണ്. ഞങ്ങൾ ഓൾറെഡി ഫസ്റ്റ് പറഞ്ഞത് ബർത്ത്ഡേസില് നമ്മുടെ ദാസേട്ടനെ കുറിച്ച് തന്നെയാണ്. റഹീം ചെന്നനത്ത് ദാസേട്ടനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എനിക്കൊന്ന് അതിനു വേണ്ടി ഒരു ദിവസം മുഴുവനും വേണ്ടി ഇറക്കി പുറത്താക്കും ഇതിനെ. ഓ റഹീം ചന്ദനത്ത് സൈസ് എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ ഒരു വെള്ളി വിട്ടില്ലേ, അതിന്റെ സൈസ് എന്നൊക്കെ പറഞ്ഞ ഭയങ്കര ചിരി. വേദാരാജ് ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട് നിന്ന് ഞങ്ങൾ. ഓഹോ എനിക്ക് വയ്യ. സത്യേട്ടനും വന്നിട്ട് ചിരിക്കുന്നുണ്ട്, മജീദ് ബാപ്പുവും ചിരിക്കുന്നുണ്ട്, ചിരിയുണ്ട്. ഹലോ എഴുതിയേക്കുന്ന നോക്ക്, റഹീം ചന്ദനത്ത് എഴുതിയിരിക്കുകയാണ് ഫരി ഉള്ളിടത്ത് ചിരിയുണ്ട്. അതെ അതാണ്. ക്യാൻ യു സിംഗ് ഫരിയുടെ ശബ്ദം കേട്ടിട്ട് വേഗം പോയി ഡോറ് തുറന്നു അയാൾക്ക് ചാടി രക്ഷപ്പെടാം. ഹലോ മനോഹരേട്ടന്റെ ഒരു റിക്വസ്റ്റ് ഉണ്ട്, കല്ലായി കടവത്ത് അല്ലെങ്കിൽ ഓ സൈനബ ഡുവറ്റ് ആയിട്ട് പാടുവോന്ന് ചോദിച്ചിട്ടുണ്ട്. പാടാം കേട്ടോ. ജസിയ സ്റ്റെയർ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്റ്റെയർ കേസ് ആണോ നോക്കാം നമുക്ക്. ഇങ്ങനെയൊക്കെ ചിരിക്കാൻ പാടുണ്ടോ? മാജിദ, ആൻസർ ഫോർ യുവർ ക്വസ്റ്റ്യൻ സ്റ്റെയർ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാട്ടോ. റിക്കി വർഗീസ്, വെയിറ്റ് ഇസ് ദി ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അബില, സ്മൈൽ അറ്റ് എ റാൻഡം പേഴ്സൺ ഓൺ റോഡ്, ദേ വിൽ സ്പെൻഡ് ദി ഹോൾ ഡേ തിങ്കിങ് അത് ആരായിരുന്നു. സോ ട്രൂ. അത് സ്മൈൽ അല്ല ചെയ്യണ്ടേ. അവിടെ ആരെങ്കിലും പോവാണെങ്കിൽ ഹലോ ചേട്ടാ സുഖല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാ. ഒന്ന് ഒരു ചിരിയും കൂടെ ചിരിച്ചിട്ട്. ഒന്ന് രണ്ട് തമിഴ് സിനിമയിൽ അങ്ങനെ ഒരു രംഗമുണ്ട്. അതായത് ബസ്സിൽ പോണെങ്കിൽ ഉറങ്ങി കിടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഉറങ്ങി കിടക്കുന്ന ആൾക്കാരെ വിളിച്ചിട്ട് ഹലോ വീട്ടില് സുഖല്ലേ എന്നൊക്കെ പറഞ്ഞാൽ മതി, പോയി കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ഉറങ്ങൂല, പിന്നെ അവർ ആലോചിക്കും അത് ആരാന്നുള്ളത്. പൊന്നു സുഹൃത്തെ, ഈ സ്മൈൽ കൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ഉണ്ടാക്കാതെ പറഞ്ഞു, ഇങ്ങനത്തെ പരിപാടി പണി കൊടുക്കാനല്ല. ബിജു പൊന്നൻ, ആൻസർ ബ്ലഡ് പ്രഷർ ആണെന്ന് പറയുന്നുണ്ട്. റോളി വർഗീസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നുണ്ട്. മാധവൻ നായർ, മജീദ് ബാബു ഒക്കെ നമുക്ക് തംസപ്പ് വന്നിട്ടുണ്ട്. ടൈം ദി ആൻസർ വിൽ സി. മജീദ് ബാബു എസ്കലേറ്റർ.
എന്തുവാടേ ഇത്? ഇന്നത്തെ ഇത് ഭയങ്കര ആൻസേഴ്സ് ആണല്ലോ. കാരണം ഇന്ന് ഒരുപാട് വെറൈറ്റി ആൻസേഴ്സ് അതിന് വേണ്ടിയിട്ട് നമ്മൾ മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. അയ്യോ, ചന്ദ്രിക കരുണാകരൻ പറയാ, ഫരീദെ മണി കിലുങ്ങുന്നത് പോലെയുള്ള ചിരി ഞങ്ങൾക്ക് ഇഷ്ടമാണ്. എനിക്ക് ഇവിടെ ഇരുന്ന് സഹിക്കണം ഞങ്ങൾക്ക് അറിയുള്ളൂ ചേച്ചി. വീണ്ടും നനം വന്നു. അബില, അവർ മനസ്സിൽ വിചാരിക്കും ഈ കുട്ടിക്ക് വട്ടാണോ? ആരെയാണ് ഉദ്ദേശിച്ചത്? അത് കറക്റ്റ് കമന്റ് ആട്ടോ അവർ പറഞ്ഞത്, പെർഫെക്റ്റ്. ഉമ പറയുന്നു, ഞാൻ ചിലപ്പോ കറി ടേസ്റ്റ് ആയിട്ടില്ലെങ്കിൽ അത് സെർവ് ചെയ്യുമ്പോ വെറുതെ ഒന്ന് പുഞ്ചിരിക്കാറുണ്ട്. മനസ്സിലായല്ലോ, ഫുഡ് പെട്ടെന്ന് തന്നെ കാലിയാവും. യൂസ്ഫുൾ ടിപ്പാണല്ലേ, ജസ്റ്റ് ട്രൈ ഇറ്റ് കേട്ടോ. പക്ഷെ അത് വീട്ടുകാർക്ക് കൊടുക്കാൻ പറ്റില്ല, നാട്ടുകാർക്ക് കൊടുക്കാൻ പറ്റും. വീട്ടുകാർക്ക് ചിരിച്ചിട്ടല്ല, ഇനിയിപ്പോ എന്തോ പുളിശ്ശേരിയായിട്ട് കൊടുത്തിട്ട് കാര്യമില്ല. അതെ. ഓ, റഹീം ചന്ദനത്തിന്റെ ഒരു മെസ്സേജ് ഉണ്ടല്ലോ, ഫരിയുടെ ചിരി കേട്ട് ഞാൻ പോയി വാതിൽ തുറന്നു. ഓടി രക്ഷപ്പെടാൻ വേണ്ടിട്ട് അമ്മാര് ചിരിയല്ലേ ചിരിക്കും. അങ്ങനെയല്ല പുള്ളി ഉദ്ദേശിച്ചത്, ഡോർബെല്ല് പോലെയാണെന്നാണ് ഉദ്ദേശിച്ചത്. വേണ്ടിയിരുന്നില്ല. അയ്യോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നമ്മുടെ കാണാക്കാഴ്ചകളിലേക്ക് നമുക്ക് നമ്മുടെ ആൾക്കാരൊക്കെ കാത്തിരിക്കുന്നു. നമുക്ക് ഒട്ടും സമയമില്ലെന്ന്. തുടങ്ങിക്കോളൂ. അപ്പൊ എന്താണ് നമ്മുടെ കാണാക്കാഴ്ചകളുടെ ഇന്നത്തെ നമ്മുടെ കാണാക്കാഴ്ചകള്? ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള കേബിൾ പാലം. കേബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കേബിൾ ടിവിയുടെ കേബിൾ ആണോ? അല്ല, തൂക്കുപാലം എന്നൊക്കെ പറയത്തില്ല. വെരി ഗുഡ്. ഭാരതത്തിലെ പാലങ്ങളുടെ ഒരു കഥ പറയുമ്പോ നമുക്ക് ഒരിക്കലും വിടാൻ പറ്റാത്ത കുറെ സ്ഥലങ്ങളുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഈ തൂക്കുപാലത്തിൽ കയറിയത് മലമ്പുഴയിലാണ്. പാലക്കാട് മലമ്പുഴ. എന്റെ മുമ്പിൽ അങ്ങനെയല്ല കാര്യം ആലോചിക്കുമ്പോ തന്നെ നമുക്ക് ഉള്ളിൽ കോരയാണ്. പറഞ്ഞോളൂ, കണ്ടിന്യൂ. എന്റെ മുമ്പിൽ ശരിക്കും ഒരു 10-90 കിലോ ഉള്ള ഒരു കുട്ടിയാണ് കയറിയത്. പിന്നെ ആ പാലം നിൽക്കുന്നുണ്ടായിരുന്നില്ല, നല്ല ചലനമായിരുന്നു അപ്പുറത്തെത്തുന്ന വരെ. 90 കിലോന് പിന്നാലെ 80 കിലോ കൂടെ കയറി കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ല. അപ്പൊ നല്ല ചലനമായിരിക്കും. കണ്ടിന്യൂ. ഇനി ആ കുറെ സ്ഥലങ്ങളെ കുറിച്ച് പറയാം. പാമ്പൻ പാലവും നമ്മുടെ കൊൽക്കത്തയിലെ ഹൗറ പാലവും പിന്നെ ബാൻഡ്ര വേലി കടൽ പാലവും ഒക്കെ നമ്മുടെ ലിസ്റ്റിൽ അല്ലെ ഒരു ഇടം പിടിക്കുന്ന ഒരു സ്ഥലമാണ്. പുറകോട്ട് പോകുന്ന, പക്ഷേ ഇങ്ങനത്തെ ഈ ഇതില് പുറകോട്ടേക്ക് പോകുന്ന ഒരു പാലമുണ്ട്. പുറകോട്ടേക്ക് പോകുന്ന പാലമുണ്ട്. നീണ്ട 22 വർഷങ്ങൾ എടുത്തിട്ട്. ആക്ച്വലി അത് പാലം പുറകോട്ടേക്ക് പോവല്ല, ഇങ്ങനത്തെ പാലങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ പുറകോട്ടേക്ക് പോകുന്ന പാലം ഞാൻ പറഞ്ഞല്ലോ. പുറകോട്ട് പോകുന്ന. അയ്യോ സോറി, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. പൊന്നോ, ഇന്നത്തെ ദിവസം എന്താ നല്ല കുളമായ ദിവസം. അപ്പൊ അക്കാലത്ത് ലഭ്യമായ സാങ്കേതിക വിദ്യകൾ എല്ലാം ഉപയോഗിച്ചിട്ട് നമ്മുടെ ഇന്ത്യയില് ഏറ്റവും നീളം കൂടിയ ഒരു കേബിൾ പാലം നിർമ്മിച്ചു. അതിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമുക്ക് വിക്കി പറയാൻ പോകുന്നേ. വിദ്യാസാഗർ സേതു എന്നാണ് ആ പാലത്തിന്റെ പേര്. എന്തിനാണ് ആ പാലത്തിന് ആ പേര് വെച്ചത്? വിദ്യാസാഗർ ആയിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അല്ല, ഏത് പാട്ടുകാരൻ? അല്ല, മറ്റേ മ്യൂസിക് ഡയറക്ടർ. അതെ. പിന്നെ നമ്മുടെ സേതു. അതൊന്നുമല്ല, വിദ്യാസാഗർ സേതു എന്ന ആളുടെ ഓർമ്മയ്ക്കായി ഉണ്ടാക്കിയ പാലമാണത്. അപ്പൊ അതൊരാള് തന്നെയല്ലേ? അതല്ലേ ഞാൻ പറഞ്ഞത്. അതെ, അത് ഓർമ്മയ്ക്കായി ഉണ്ടാക്കിയതും വിദ്യാസാഗർ ജി ഉണ്ടാക്കണം തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് നമുക്ക് വേണ്ടിയിട്ട് ഒരാൾ ഒരു സംഭവം ചെയ്യുന്നതും നമ്മൾ തന്നെ നമ്മൾ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പേരിടുന്നതും തമ്മിൽ ചെറിയൊരു വ്യത്യാസം. ഫരി ചെയ്യണമെന്നും ഞാൻ ചെയ്യണമെന്നും തമ്മിലുള്ള. ശരി. ഈ പാലമുള്ളത് നമ്മുടെ മറ്റേ വെസ്റ്റ് ബംഗാളിലാണ്. ഹുഗ്ലി നദിക്ക് കുറുക്കെയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ പാലം എന്നറിയപ്പെടുന്ന പാലമാണ് ഇത്. 2700 അടി നീളം അല്ലെങ്കിൽ 823 മീറ്റർ നീളമാണ് ഈ പാലത്തിനുള്ളത്. പൊതു സ്വകാര്യ മേഖല സംയുക്തമാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ പാലങ്ങളിൽ ഒന്ന് കൂടിയാണിത്. ബംഗാളിലെ സാമൂഹിക നവോത്ഥാനത്തിൽ പ്രധാനിയായ ഈശ്വർ ചന്ദ്ര വിദ്യാസാഗറിന്റെ ബഹുമാനാർത്ഥമാണ് ഈ പാലത്തിന് നമ്മൾ ഈ പേര് നൽകുന്നത്. രണ്ടാം ഹൗറ പാലം എന്ന് കൂടി ഇത് അറിയപ്പെടുന്നുണ്ട്. ഏകദേശം 121 കേബിളുകൾ, വലിയ വലിയ കേബിളുകളാണ് ഇതിന്റെ ഒരു സസ്പെൻഷൻ സിസ്റ്റം സെറ്റ് ചെയ്തിരിക്കുന്നത്. സാധാരണ നമ്മൾ കേബിൾ പാലം കണ്ടിട്ടില്ല. നമ്മുടെ ഇവിടെ ബഹ്റിനിലും കേബിൾ പാലങ്ങളുണ്ട്. പക്ഷെ അത് കുറച്ച് വെറൈറ്റി ആയിട്ടില്ല, അതൊരു ജസ്റ്റ് ഒരു ആർക്കിടെക്ചറൽ ഫീച്ചർ മാത്രമാണ്. പക്ഷെ ഈ പാലം പണിഞ്ഞിരിക്കുന്നത് ഈ കേബിൾസിൽ തന്നെ ലോഡ് കൊടുത്തിട്ടാണ്. അതായത് എന്താ പറയാ, ഒരു ഇംഗ്ലീഷ് സിനിമ, ഒരു 3D സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഇങ്ങനെ ഒരു പാലം പൊട്ടുന്നതായിട്ടുള്ളൊരു ഒരു സീനുണ്ട്. ആ പാലം കണ്ടിട്ട് ഈ പാലം നിങ്ങളൊന്ന് പോയിട്ട് ഗൂഗിളിൽ പോയിട്ട് തപ്പി നോക്കാം.
ഏകദേശം എന്താ പറയുക 388 കോടി രൂപയാണ് ഇതിനു വേണ്ടി ചെലവാക്കിയിരിക്കുന്നത്. 22 വർഷം മാത്രമേ എടുത്തുള്ളൂ ഇത് പണിയാൻ. അത് നമ്മുടെ നാട്ടിലായതുകൊണ്ടാണ് 22 വർഷം എടുത്തത്. ഇതില് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൂഗ്ലിന്റെ ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും. ഹൗറ പാലത്തിൽ ശരിക്കും തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാലം ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ പോലും നമ്മുടെ ടൂറിസ്റ്റുകൾ ഇതിനെ യൂസ് ചെയ്യുന്നത് അതിന്റെ മനോഹരമായ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ സൺറൈസ്, സൺസെറ്റ്, ആ റിവറിന്റെ കാഴ്ചകൾ, ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് അവരിത് കൂടുതൽ. അത് ഭയങ്കര ഭംഗിയാന്നാ പറയുന്നത് ഇവിടെ പോയി നിന്നിട്ട് കാണാനായിട്ട്. നമുക്ക് എന്തായാലും ഒന്ന് കൊൽക്കത്തയിൽ പോകണം. രാത്രികാലത്ത് കൊൽക്കത്തയിലെ കാഴ്ചകൾ ഇങ്ങനെ ഈ ലൈറ്റ്സ്, ഈ പാലം എന്ന് പറയുന്നത് തന്നെ ഒരു ആർച്ച് ഷേപ്പിലായിരിക്കും. അതെ അതെ. അപ്പൊ ഈ ആർച്ച് ഷേപ്പിലുള്ള കുറെ ലൈറ്റ്സ് ഒക്കെ കാണാനായിട്ട് വളരെ ബ്യൂട്ടിഫുൾ, നല്ല ഭംഗിയായിരിക്കും. അതെ, അപ്പോൾ നമുക്ക് നമ്മുടെ പ്രാങ്ക് കോളിലേക്ക് കടക്കാം. ഇന്ന് അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ RJ പ്രീതു വേണ്ട പാട്ട് പാടില്ല, വേണ്ട. അയ്യോ, മനോഹരേട്ടൻ്റെ അല്ലേ? ആ, പക്ഷെ ഇന്ന് ദാസേട്ടന്റെ ബർത്ത്ഡേ ആണെങ്കിലും മനോഹരേട്ടൻ ചോദിച്ച പാട്ട് എന്ന് പറയുന്നത് നമ്മുടെ കല്ലായി കടവത്ത് അല്ലെങ്കിൽ ഓ സൈനബ. കല്ലായി കടവത്ത് എന്ന് പറയുന്നത് നമ്മുടെ ജയചന്ദ്രൻ ചേട്ടൻ അതല്ലേ? അത് തന്നെയാണ്. പാടിക്കോ. കല്ലായി കടവത്തെ കാറ്റൊന്നും മിണ്ടില്ലേ, മണിമാരൻ വരുമെന്ന് ചൊല്ലിയില്ലേ, വരുമെന്ന് പറഞ്ഞിട്ടും വരവൊന്നും കണ്ടില്ല, ഉറങ്ങിയില്ല മധുമാസരാവിൻ വെൺചന്ദ്രനായി ഞാൻ അരുകത്ത് നിന്നിട്ടും കണ്ടില്ലേ, നീ കണ്ടില്ലേ. ഓ സൈനബ, അഴകുള്ള സൈനബ, എന്തിനാണ് നീ? ഓ സൈനബ, അഴകുള്ള സൈനബ, ഇളമാൻ കിടാവ് പോലെ വന്നതെന്തിനാണു നീ? മാനല്ല ഞാൻ, ഇളമാനല്ല ഞാൻ, ഓ സൈനബ സൈനബ സൈനബ. സസ്റ്റെയിൻ. അതെ, മനോഹരേട്ടൻ 2 പാട്ട് ഞങ്ങൾ പാടി. സോറി, എന്റെ ഭാഗത്തുനിന്ന് ലിറിക്സ് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. അതെ. നമുക്ക് നമ്മുടെ പ്രാങ്ക് കോളിലേക്ക് കിടക്കാം. നമ്മുടെ വിക്കി ട്രൈ ചെയ്യട്ടെ. അതുവരെ ഞാൻ ജസ്റ്റ് മെസ്സേജസ് ഒക്കെ വായിക്കാം. സുനേഷ് സാസ്കോ സൂപ്പർ പറഞ്ഞിട്ടുണ്ട്, മനോഹരേട്ടനും സൂപ്പർ പറഞ്ഞിട്ടുണ്ട്, ജസിയ വാവ് സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, റഹീം ചന്ദനത്തും സൂപ്പർ പറഞ്ഞിട്ടുണ്ട്, ജസിയ, മജീദ്, ശബ്നം, ശിവരാമകൃഷ്ണൻ ശിവ എത്തിയിട്ടുണ്ട്, എക്സലന്റ് എന്ന് പറഞ്ഞിട്ട്. റിങ് ചെയ്യുന്നുണ്ട്. ഹലോ സർ, is this Mr. Naufal? Yeah, Naufal. Hi sir, I'm calling from Pizza Cave. Where? I'm calling from Pizza Cave restaurant. Okay. How are you doing, sir, today? Good. Sir, our restaurant had a draw and we have received your number as a lucky winner. Hello sir, can you hear? Yeah, tell me. Okay, you have become a lucky winner in our restaurant's draw. So you will be receiving a pizza, sir. Okay, how I will get the, because I am not Okay, sir, have you been to our restaurant before? Where? Have you been to our restaurant before? Which restaurant? Pizza Cave. No, maybe wrong number. No. This is your number, right? I will give it to our manager. He will talk to you. No problem. Catherine? Yeah. Who is this, Catherine? This is Mr. Naufal, sir. He is the lucky draw winner. Okay. Naufal. Mr. Naufal, മലയാളിയാണോ? അതെ. നൗഫൽ ഭായ്, ഞങ്ങൾക്കാണ് ആക്ച്വലി ഇന്നത്തെ ലക്കി ഡ്രോയിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ്. അപ്പം എപ്പോഴാണ് നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് വരാൻ പോകുന്നത്? ഇത് ആരാ ഇത്? അല്ല, ഇത് നൗഫൽ അല്ലേ? മിസ്റ്റർ നൗഫൽ അല്ലേ? അതെ. അതാണ് എനിക്കിങ്ങനെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ വിളിച്ച് കളിയാക്കാറുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചാൽ ആരാണെന്ന്. ഇതിപ്പോ ഞങ്ങൾക്ക് ഒരു പിസ്സ ഞങ്ങൾ തരാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ലക്കി ഡ്രോയിൽ ഞങ്ങൾ വിജയിച്ചുകൊണ്ട് ഞങ്ങൾ ഷോപ്പ് ഏതാണ്? പിസ്സ കേവ് ഇപ്പൊ പറഞ്ഞില്ലായിരുന്നോ? നമ്മുടെ കാത്രിൻ പറഞ്ഞില്ലേ?
നമ്മുടെ ഗുദേബയിലുള്ളതാണ്. ആ ഗുദേബിൽ കറക്റ്റ്. അപ്പൊ നിങ്ങൾ വരാറുണ്ട്? മറ്റേ ചിക്കാച്ചക്ക എന്താ? അല്ല, ചക്കാച്ചക്കല്ല, അതിന്റെ തൊട്ടടുത്ത് ഒരു ചെറിയൊരു ഗ്യാപ്പ് പോകുന്നുണ്ട്. അതായത് തൊട്ടടുത്ത് കൂടെ ഒരു 400 എന്താ പറയുക മീറ്റർ അകത്തേക്ക് വന്നാൽ മതി. അവിടെ ഒരു ഞാൻ മേടിച്ചിരുന്നു, 2-3 പ്രാവശ്യം മേടിച്ചിരുന്നു. പക്ഷെ അത് അന്ന് ഏത് ഫ്ലേവർ മേടിച്ചത്? ഇന്ന് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ആപ്രിക്കോട്ട് ഫ്ലേവർ ആണ്. ആക്ച്വലി ഞങ്ങൾ ഇന്നൊരു ഡ്രോ വെച്ചത് തന്നെ, ഇന്നൊരു ആപ്രിക്കോട്ട് ഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ആപ്രിക്കോട്ട് ഫ്ലേവർ ആണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി തരുന്നത്. അപ്പം ആക്ച്വലി ഞങ്ങളുടെ ഷോപ്പ് ഏകദേശം ഒരു 8:30 വരെ ഉണ്ടാവുള്ളൂ. 11 o'clock വരെ ഉണ്ടെങ്കിലും ഇവിടെ കുറച്ച് റെഗുലേഷൻസ് ഉണ്ട്. ഞങ്ങൾ ഇങ്ങനത്തെ ലക്കി ഡ്രോ വിന്നേഴ്സിനൊക്കെ നമ്മൾ 8:30 വരെ മാത്രമേ കൊടുക്കുള്ളൂ. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? അത് ജസ്റ്റ് ഇവിടെ വന്നാൽ മതി. ഇവിടെ വന്നിട്ട് ഒരു 5 ദിനാർ പേ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ഒരു പിസ്സ കിട്ടും. ഇത് ആക്ച്വലി ഇത് 50 ദിനാറിന്റെ പിസ്സയാണ്. അതായത് ഞങ്ങൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ഒരു പിസ്സയാണ്. അപ്പോൾ വലിയ ക്വാളിറ്റി ആണ്. ഇപ്പൊ 5 ദിനാറിന് കിട്ടും. അതെ, അത് ആക്ച്വലി ഇത് ലക്കി ഡ്രോയിൽ നിങ്ങൾക്ക് കിട്ടിയതാണ്. അപ്പോൾ ഈ 5 ദിനാർ ഞാൻ തരുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ബെനിഫിറ്റ് പേ വഴിയൊക്കെ പേ ചെയ്താൽ മതി. നമ്മുടെ ഔട്ട്ലെറ്റിന്റെ നമ്പർ തരാം. ഒരു കാര്യം ചെയ്ത് നിങ്ങൾ ലൊക്കേഷൻ അയക്കും. ഞാൻ ഇപ്പൊ വേറൊരു പുറത്താണ് ഞാൻ. അല്ല, പക്ഷെ എങ്ങനെയാണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഈ പിസ്സ എങ്ങനെയാണ്? പിസ്സയിൽ എങ്ങനെയാണ് നിങ്ങൾ കടന്നത്? പിസ്സ എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടത്? ഞാൻ കുറെ സ്ഥലത്ത് വാങ്ങാറുണ്ട്. അപ്പൊ വീട്ടിലൊന്നും വെക്കാറില്ല? വീട്ടിൽ വേണ്ടി വെക്കാറില്ല. വാങ്ങുന്നത്. അതെ. ഓക്കെ. എത്ര 2 കുട്ടികളാ? എത്ര കുട്ടികളാ? കുട്ടികൾ 2 ഞാൻ വാങ്ങുമ്പോ എല്ലാ കൂട്ടുകാർക്കുള്ള കുട്ടികൾക്ക് കൂടെ വാങ്ങും. ഇത്രയും നല്ല മനസ്സുള്ള ആൾക്ക് എനിക്കൊന്ന് നിങ്ങൾക്ക് 5 ദിനാർ തരാൻ ഞങ്ങൾ ഫ്രീ ആയിട്ട് തരുന്നതാണ്. One second. Catherine, is it possible to give him free? Because he is actually a very kind person. He used to not only buy for his kids, he used to buy for even his flat, people who is around him. Then actually, sir, he should buy more. He should buy more from us. No problem. നിങ്ങൾക്ക് 2 പിസ്സ മേടിക്കാൻ പറ്റുമോ? കുഴപ്പമില്ല, കുട്ടികൾക്കല്ലേ. അതെ, ഞാൻ പിസ്സ അങ്ങനെ കഴിക്കാറില്ല, കുട്ടികൾക്ക് വേണ്ടി വാങ്ങുന്നതാണ്. പക്ഷെ നിങ്ങളിത് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 5 ബീഡി ആദ്യം തന്നെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ആക്ച്വലി ഞാൻ അതാണ് ട്രൈ ചെയ്ത് കാത്തറിന്റെ അടുത്ത്. ഞങ്ങൾ അവിടെ എത്തി ചെയ്യാൻ ഇല്ല, അത് പറ്റില്ല. 8:30 മുമ്പായിട്ട് നിങ്ങൾ എനിക്ക് ട്രാൻസ്ഫർ ചെയ്ത് തന്നാൽ മാത്രമേ നമുക്ക് തരാൻ പറ്റില്ല. അതുകൊണ്ടാണ്. അത് കുഴപ്പമില്ല. അപ്പൊ പിന്നെ വേണ്ട കാര്യം, ഇത് വലിയൊരു പ്രധാന കാര്യമൊന്നും അല്ല. നൗഫൽ, ഇത് 50 ബീഡിയുടെ സാധനമാണ്. യു ആർ ഗെറ്റിംഗ് ഇറ്റ് ഫോർ 5 ബീഡി. നമ്മുടെ ഒരു ബ്രാൻഡ് സാധനമാണിത്. ഞാൻ ഡയറക്റ്റ് വന്ന് പേ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു പേയ്മെന്റ് ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ നിങ്ങൾ എത്ര 8:30 മുമ്പ് വരാൻ പറ്റുമോ അല്ലേ? നിങ്ങൾക്ക് എത്ര മണിക്ക്? 8:30 മുമ്പായിട്ട്. അതായത് 8:30 നിങ്ങൾ 1 മിനിറ്റ് വൈകി വന്നു കഴിഞ്ഞാൽ യു വിൽ ഹാവ് ടു പേ 50 ബീഡി. അതുകൊണ്ടാണ്. അത് മാത്രമല്ല, നിങ്ങളുടെ പേരിൽ എടുത്ത് വെച്ചിട്ടുള്ള ഇത് സാധനം ആയതുകൊണ്ട് നിങ്ങളുടെ വീട് തേടി ഞങ്ങൾ കൊണ്ടുതരും. അപ്പൊ നിങ്ങൾ 50 ബീഡി തരേണ്ടി വരും. അതുകൊണ്ടാണ്. അപ്പൊ എങ്ങനെയാണ് ഞങ്ങൾക്ക് ഇതിന്റെ നിങ്ങൾ ഗിഫ്റ്റ് കിട്ടിയെന്ന് പറയുന്നു? ഓക്കെ, വെരി ഗുഡ്. ആണെങ്കിൽ ഞാൻ വന്നിട്ട് നോക്കിയാണെങ്കിൽ ഇല്ലെങ്കിൽ വേണ്ട, ആ വിന്നർ വേറെ ആൾ കൊടുത്തോളൂ. അല്ല, അങ്ങനെ പറ്റില്ലല്ലോ. ബട്ട് നിങ്ങൾ ഓൾറെഡി സെലക്ട് ചെയ്തു. കാത്തറിൻ ഓൾറെഡി നിങ്ങളെ ഒരുപാട് പേര് ഇത് വലിയൊരു ഞങ്ങളൊരു റെഗുലർ ക്ലയൻസിന് മാത്രമേ ഞങ്ങൾ കൊടുക്കാറില്ല. അതുകൊണ്ടാണ്. He needs to be here by 8:30. There is only 20 minutes left, sir. Okay. No, I have another one, sir. I am very busy. അല്ല, അങ്ങനെ No, but you are a lucky winner, you know. No, wait. അങ്ങനെയൊന്നും നിങ്ങൾ പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് വേണ്ടി നമ്മൾ സമ്മാനം തന്നു കഴിഞ്ഞു പിന്നെ നിങ്ങൾ തരില്ല, വാങ്ങിക്കില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാ നൗഫൽ? അതൊന്നും ശരിയല്ല കേട്ടോ. ഇത് 50 മീറ്റർ സാധനം ഞങ്ങൾക്ക് 5 ബീഡിക്ക് തരാമെന്നും പറയണം. നിങ്ങൾക്ക് സമയത്തിന് വരാനും പറ്റില്ല എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് തരേണ്ട ആൾക്കാരാണ്. ഈ 50 നിങ്ങൾക്ക് ഒഴിവാക്കാമെങ്കിൽ 5 ദിനാർ ഒഴിവാക്കി കൊടുക്കും. നോ, അങ്ങനെ പറ്റില്ലല്ലോ. ഞങ്ങൾ 50 സാധനം നിങ്ങൾക്ക് 5 ദിനാർ തരും. 5 ദിനാർ ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ നൗഫൽ, നിങ്ങളിത് പറയുന്നത് തീർത്തും അതായത് നിങ്ങളിപ്പോ പറഞ്ഞുകൊണ്ടാണ്. അതായത് നിങ്ങൾ പറഞ്ഞു ആക്ച്വലി ഈ പറഞ്ഞ നിങ്ങളുടെ കുട്ടികൾക്ക് മാത്രമല്ല നാട്ടുകാരുടെ കുട്ടികൾക്കൊക്കെ നിങ്ങൾ മേടിച്ചു കൊടുക്കുന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. നാട്ടുകാർക്കൊന്നുമല്ല, നമ്മള് എന്റെ കുട്ടികളെ പോലെ തന്നെയുള്ള കുട്ടികൾക്ക്. ഓഹോ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് തന്നേക്കാം. ഇത് ആരാണ് ആക്ച്വലി വിളിച്ചതെന്നുള്ളത് കാത്രീൻ പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് കേട്ടോ. മിസ്റ്റർ നൗഫൽ, ഇത് RJ ഫരിയും RJ വിക്കിയുമാണ് റേഡിയോ റംഗ് എക്സ്പ്രസ് എന്ന ഷോയിൽ നിന്ന്. ഇതൊരു പ്രാങ്ക് കോൾ ആയിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അല്ല, ഈ നമ്പർ എങ്ങനെ കിട്ടി? നിങ്ങളുടെ നമ്പർ ശരിക്കും ഞങ്ങൾക്ക് മജീദ് ബാപ്പു ആണ് തന്നത്. പക്ഷെ നിങ്ങൾ ആക്ച്വലി കുറച്ച് ചൂടാവുന്ന വ്യക്തിയൊക്കെയാണ് പറഞ്ഞിട്ടാണ് ഞങ്ങൾ മാക്സിമം ചൂടാക്കാൻ ശ്രമിച്ചത്. പക്ഷെ നിങ്ങൾ നല്ല മനുഷ്യനപ്പാ, നിങ്ങൾ നല്ല മനുഷ്യൻ. നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് മാത്രമല്ല നാട്ടുകാർ കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കുന്നത്.
എനിക്ക് ഗിഫ്റ്റ് തരുന്നത് നിങ്ങളല്ലേ? അപ്പൊ പക്ഷെ നിങ്ങളല്ലേ അതല്ലല്ലോ, പക്ഷെ നിങ്ങൾ പൈസ ചൂടാവണം. എന്തായാലും നൗഫൽ നിങ്ങൾക്ക് ശരിക്കും പിസ്സ ഗലേരിയയിൽ നിന്നിട്ട് ഞങ്ങളൊരു പിസ്സ തരുന്നതാണ് റേഡിയോ റങ്കിന്റെ വക. കാരണം ഇത്രയും മാന്യമായിട്ട് നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് സംസാരിക്കുകയും നിങ്ങൾ മറ്റുള്ള കുട്ടികൾക്ക് വേണ്ടി ഇത് കൊടുക്കാന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് അതിന്റെ ജോബിന്റെ ഇതാണ്. ആരാ വിളിക്കണ എന്താ വിളിക്കണെന്ന് അറിയില്ലല്ലോ. അത് ശരി. അപ്പൊ നമ്മളെപ്പോഴും അങ്ങനെയല്ലേ പ്രതികരിക്കാൻ പറ്റും. സാധാരണ ഞങ്ങൾക്ക് ഇങ്ങനെയൊന്നല്ല കിട്ടാറ്. അതെ, ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കേണ്ടി വരും. ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കേണ്ടി വരാറില്ല ശരിക്കും പ്രാങ്ക് കോൾ ചെയ്ത് കഴിയുമ്പം. അപ്പൊ എന്തായാലും വളരെ സ്പോർട്ടീവ് ആയിരുന്നു നിങ്ങള്. നിങ്ങൾക്ക് ഞങ്ങൾ പിസ്സ ഗലേരിയയിൽ നിന്ന് പിസ്സ എന്തായാലും റേഡിയോ റങ്കിന്റെ വക നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് കോൾ വരുന്നതായിരിക്കും. നൗഫൽ ഭായി, ഞങ്ങൾ ഈ പിസ്സ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാ മജീദിനും ഓക്കെ, പിന്നെ അദ്ദേഹത്തിലെ കുട്ടികൾക്ക് ഫാമിലിക്ക് എല്ലാം എന്റെ തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളുടെ സലാമും നന്ദി അറിയിക്കും. അതിന്റെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് നിങ്ങൾ ഒരു കാര്യം ചെയ്തു തരണം. അതായത് റേഡിയോ റങ്കിന്റെ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. എന്നിട്ട് ഈ പരിപാടി തുടരെ കാണണം, കേൾക്കണം. ഇത് ഏതാ? എനിക്ക് ചില സൗണ്ട്സ് ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല. ആണല്ലേ? ഏതാണ്? റേഡിയോ റങ്ക്. ഇപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ റങ്ക് എക്സ്പ്രസ് എന്ന പരിപാടിയാണ്. എല്ലാ സൺഡേസും 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പരിപാടിയാണ്. ഞാൻ RJ വിക്കി, എന്റെ കൂടെ RJ ഫരി. ഓക്കെ, നൗഫൽ വെക്കുന്നതിന് മുമ്പായിട്ട് 2 കാര്യം. ഒന്ന്, നിങ്ങളുടെ ഫ്രണ്ട് മജീദ് ബാപ്പുയുടെ ഇന്ന് ബർത്ത്ഡേ ആണ്. 2, വെരി ഗുഡ്, ഹാപ്പി ബർത്ത്ഡേ മിസ്റ്റർ മജീദ്. ഓക്കെ, 2, ഞങ്ങൾക്ക് ഇന്നൊരു ചോദ്യം കൂടിയുണ്ട്. ആ ചോദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിക്കാം, ഒന്ന് ട്രൈ ചെയ്യണേ അതിന്റെ ഉത്തരം പറയാനായിട്ട്. ചലിക്കാതെ ഒരേ സ്ഥലത്തിൽ നിന്നുകൊണ്ട് മേലേക്കും താഴേക്കും പോകുന്ന സാധനം എന്താണ്? എനിക്ക് ചോദ്യം ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല. ഇവിടെ ഞാൻ ഡ്രൈവിംഗിലായതുകൊണ്ട്. അതെയാ? ഓക്കെ, നോ പ്രോബ്ലം. നിങ്ങൾ പിന്നീട് നിങ്ങൾ ഫ്രീ ആവുമ്പോ ഇത് കേറി കേട്ടാ മതി കേട്ടോ. ഓക്കെ, ഫേസ്ബുക്ക് പേജിൽ ഉത്തരം പറയണമെങ്കിൽ ചോദ്യം കേൾക്കണ്ടേ? അതെ, ചോദ്യം ഇപ്പൊ ഈ ഫരി പറയുമ്പോഴാണ് ഈ ചോദ്യം കേൾക്കാത്തത്. ഫരി പറയുമ്പോഴാണ് ഈ ചോദ്യം കേൾക്കാത്തത്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. അതായത് ചലിക്കാതെ ഒരു സ്ഥലത്ത് മാത്രം നിന്നുകൊണ്ട് മേലേക്കും താഴേക്കും പോകുന്ന വസ്തു എന്താണ്? വെരി ഗുഡ്. അറിയില്ല. ഓക്കെ, നോ പ്രോബ്ലം. ഞങ്ങൾ ഇപ്പൊ എന്തായാലും ഇതിന്റെ ആൻസർ ഇതിന് ശേഷം പറയുന്നതാണ് കേട്ടോ. അപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുക. ഫേസ്ബുക്കിൽ പോവാ, റേഡിയോ റങ്കിന്റെ മറ്റേ ഫേസ്ബുക്ക് എടുക്കുക, ഈ പരിപാടി ലൈവ് അതിനകത്ത് കാണാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. വെരി മച്ച് നൗഫൽ. ബൈ. അപ്പോ നമ്മൾ ഓൾമോസ്റ്റ് എക്സ്പ്രസിന്റെ ലാസ്റ്റിലെത്തിയിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞിട്ട് അതിനുശേഷം നമുക്ക് തെരഞ്ഞെടുപ്പ് നടത്താം. പാവം നൗഫൽ 50 ദിനാറും 5 ദിനാറും ആയിട്ട് ആള് തന്നെ കൺഫ്യൂസ്ഡ് ആയി പോയി. പക്ഷെ നൗഫൽ ചൂടായില്ല. ഞാൻ വിചാരിച്ചു വിക്കിട്ട് 2 എണ്ണെങ്കിലും പൊട്ടിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഫരിയമാരുള്ള ആൾക്കാർ ഫിലിപ്പിനോമാരെയൊക്കെ സംസാരിക്കുമ്പോഴേ ആരാ ചൂടാവുക എന്തൊക്കെ പറയുമ്പോ ചൂടാവാൻ പറ്റില്ല, അതുകൊണ്ടാ. ഓക്കെ, അപ്പോ ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ് വിക്കി സർ? ഒരു വീട്ടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിന് നിങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് എങ്ങനെയാ പോവാ? ഫരി എങ്ങനെയാ പോവാ? സ്റ്റേഴ്സ് വഴി. സ്റ്റേഴ്സ് ചലിക്കാറുണ്ടോ? ഇല്ല. ചലിക്കുന്നതാരാ? ഞാൻ. പക്ഷെ മേലെ എത്തുന്നുണ്ടല്ലേ? അത് തന്നെയാണ് ഉത്തരം. യെസ്. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം സ്റ്റെയർകേസ്. അപ്പൊ നമുക്ക് തെരഞ്ഞെടുപ്പ് നടത്താം. വിക്കി തെരഞ്ഞെടുക്കുന്നത് വരെ ഞാൻ ജസ്റ്റ് എളുപ്പം നമ്മുടെ ലിസണേഴ്സിന്റെ മെസ്സേജസ് ഒന്ന് വായിക്കാം. ശിവരാമകൃഷ്ണൻ എക്സലന്റ് പറഞ്ഞിട്ടുണ്ട്. ജസിയ ഫർസത്ത് ഗ്രേറ്റ്. റഹീം ഒരു രക്ഷയുമില്ല, തകർത്ത് പൊളിച്ചു, താങ്ക് യു സോ മച്ച്. ബിജു പൊന്നൻ കണ്ണൊക്കെ പൊത്തിയെത്തിയിട്ടുണ്ട്. ജസിയ ഫർസത്ത്, വിക്കി രാവിലെ പുട്ട് ആണോ കഴിച്ചത്? പൂട്ടാണോ കഴിച്ചതെന്ന്? പൂട്ടല്ല, പുട്ടായിരിക്കും അല്ലേ? ജസിയ ഫർസത്ത്, വിക്കി രാവിലെ പുട്ടാണോ കഴിച്ചതെന്ന്. ഭയങ്കര തള്ളാണല്ലോ. പുട്ടിന്റെ കൂടെ പയറും കൂടി ഉണ്ടായിരുന്നു. ഓക്കെ, ചന്ദ്രിക കരുണാകരൻ, എന്റെ കയ്യിലും സംഗതിയുണ്ട്, എന്നെയും വിളിക്കുമോ? പ്രാങ്ക് കോൾ ആയാലും മതിന്ന്. അയ്യേ, പ്രാങ്ക് കോൾ ഒക്കെ ചന്ദ്രിക ചേച്ചിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ചന്ദ്രിക ചേച്ചി ഒരു ദിവസം മുഴുവൻ വിളിച്ച് സംസാരിക്കും. അതെ. സഫീന മജീദ്, ഭാവി സൂപ്പർ. ഓക്കെ, ഹർഷ ആൻ എത്തിയിട്ടുണ്ട്. ഒരു മിനിറ്റ് വിജയിനെ നമുക്കിപ്പോ പറയാം. വെയിറ്റ് എ മിനിറ്റ്. അച്ചു നെറ്റ് വളരെ ശോകമാണ്, അതുകൊണ്ട് ലേറ്റ് ആയി പോയി. ഓ, നോ പ്രോബ്ലം. ആൻസർ സ്റ്റെയർ കേസ് എന്ന് പറഞ്ഞ അച്ചു എത്തിയിട്ടുണ്ട്. സഫീന പൊജു സൂപ്പർ ഡിയേഴ്സ്. കല്ലായി കടവത്ത് സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നൈസ് സിംഗിങ് പ്രശാന്തേട്ടൻ പറഞ്ഞിട്ടുണ്ട്. പ്രീതു സുനിൽ പെട്ടെന്നാവട്ടെ എന്തായിരുന്നു? മനോഹരൻ പാവറട്ടി സൂപ്പർ സിംഗിങ്, താങ്ക് യു. തൻസീർ ബഷീർ എത്തിയിട്ടുണ്ട്. എന്റെ ഇഷ്ടഗാനം എന്ന് പറഞ്ഞിട്ടുണ്ട് മനോഹരേട്ടൻ. സൂപ്പർ പാട്ട് റെയ്ഹാനത്ത് മജീദ്. സലാം സലു എത്തിയിട്ടുണ്ട്. പരിപാടിയുടെ ടൈം കൂട്ടണം, ഞങ്ങൾ ഡയറക്ടറിനോട് പറയാം ടൈം കൂട്ടണം. പാട്ടും കൂട്ടണം. മാധവൻ നായർ സൂപ്പർ. സുജേഷ് ഉണ്ണി എത്തിയിട്ടുണ്ട്. പ്രീതു സലീൽ, വിക്കി ഫരി അടിപൊളിയാണ് കേട്ടോ, പക്ഷേ വേഗം വേണം കേട്ടോ. പടപട. കഴിഞ്ഞിരിക്കുന്നു. ഓ, ഇത് നമ്മുടെ പ്രീതു. അപ്പോൾ ഇന്നത്തെ വിജയി നമ്മൾ വിക്കി പറയുന്നതായിരിക്കും. T for Tamil, HAN for HANZ for hands.
ആറ് അപ്പൊ എങ്ങനെ ഇതിന് വായിക്കപ്പോ? തൻസീർ തൻസീർ ഇന്നത്തെ is the winner വിജയി of മിസ്റ്റർ Radio Rank തൻസീർ Express. ആണ്. Episode അപ്പൊ മിസ്റ്റർ 13. തൻസീർ റേഡിയോ റംഗിൽ നിന്ന് നിങ്ങൾക്ക് കോൾ വരുന്നതായിരിക്കും. അപ്പോ കാത്തിരിക്കുക. ഓക്കെ, ഓക്കെ. അപ്പൊ നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യണം. ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യാനുള്ള ഇന്ന് സമയം. കുറച്ച് നമുക്ക് എനർജി കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത പ്രാവശ്യം ഞങ്ങൾക്ക് എനർജി കിട്ടണമെങ്കിൽ നിങ്ങൾ ഒരുപാട് ആൾക്കാരെയും സലാം സലു ഗിഫ്റ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗിഫ്റ്റ് കിട്ടാനായിട്ട് നെക്സ്റ്റ് വീക്ക് വീണ്ടും നമ്മുടെ കുസൃതി ചോദ്യത്തില് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. സലാം സലു ആണോ? അല്ല, പക്ഷെ അതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പോയി തട്ടിയത്. ഓക്കെ സലാം. ഓക്കെ, അപ്പോൾ ഹാവ് എ വെരി ഗുഡ് ഈവനിങ് ആൻഡ് എ വെരി വണ്ടർഫുൾ വീക്ക് അഹെഡ്. ഞങ്ങളുടെ ചാലഞ്ച് മറക്കരുത്. താങ്ക് യു വെരി മച്ച് ഫോർ ബീയിങ് വിത്ത് us. ഇത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ആർജെ പ്രീതു എത്തുന്നതാണ്. ബെഡ് ടൈം സ്റ്റോറീസുമായിട്ട് എത്തുന്നതായിരിക്കും. അത് കേട്ടിട്ട് മാത്രമേ നിങ്ങൾ കിടന്നുറങ്ങാവുള്ളൂ. പക്ഷേ അതിന്റെ കൂട്ടത്തിൽ ആർജെ പ്രീതു ഓർക്കേണ്ട ഒരു കാര്യം, ഈ പ്രോഗ്രാമിനെ കുറിച്ചിട്ടും കൂടെ പറയണം, ആർജെ വിക്കിയെ കുറിച്ചും കൂടെ പറയണം. ഓക്കെ, അപ്പോ till we meet you guys next week, here is RJ Fari signing off. RJ Vicky, good night. Good night, bye. ഒഴുകാമൊലിയായി തിരകളിലേറി മലയാളത്തിൻ മൊഴിയൊഴുകും വഴിയും ഒഴുകാമൊലിയായി തിരകളിലേറി